Good evening, children. Priya, Terry, good evening. Good evening, yes. Good evening. എല്ലാവരും എത്തട്ടെ. കഴിഞ്ഞ ദിവസത്തും പഠിച്ചതൊക്കെ നോക്കിയോ? അതോ മറന്നുപോയോ? 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനെ എല്ലാം റിവൈൻ ചെയ്തോ? സെവൻ സ്റ്റുഡൻസ് ആയിട്ടുള്ളല്ലോ. ഓരോരുത്തർ കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നോക്കട്ടെ, ജസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ടൈം ആയില്ലല്ലോ. ആൽവിൻ, അന്ന, മറിയ, അശ്വതി, ഗുഡ് ഈവനിങ്. ദിയ, പ്രിയ, ടെറി, കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക് ഒന്ന് റിവൈസ് ചെയ്താലോ? എല്ലാവരും വരുമ്പോഴത്തേക്കിന് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും നോക്കാം. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഡിഗ്രി മെഷേഴ്സിനെ റേഡിയൻ മെഷേഴ്സിലാക്കാൻ പഠിച്ചു. റേഡിയൻ മെഷേഴ്സിനെ ഡിഗ്രി മെഷേഴ്സിലാക്കി കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. പിന്നെ ആർക്ക് ലെങ്ത് പഠിച്ചു, അല്ലേ? അതൊക്കെ ചെയ്ത് നോക്കി എല്ലാവരും. ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ.
ഡിഗ്രി മെഷേഴ്സിനെ റേഡിയൻ മെഷേഴ്സിലേക്ക് ആക്കാനും വേണ്ടിയിട്ട് നമ്മൾ 5/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. തിരിച്ച് 180/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റേഡിയൻ മെഷേഴ്സിനെ ഡിഗ്രി മെഷർ ആക്കി. പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് പഠിച്ചു അല്ലേ? യെസ്. പിന്നെ കോ ഫങ്ഷൻസ് പഠിച്ചു. കോ ഫങ്ഷൻസ് ആൻഡ് റിലേഷൻസ് പഠിച്ചു. ഇനി അതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈം ആയി എന്നാണ് തോന്നുന്നത്. കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു 15 ആകുമ്പോഴത്തേക്കിന് 3 മിനിറ്റ്സും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ. ഓക്കെ. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. സൈലന്റ് പ്രയറോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായിരുന്നു, ജസ്റ്റ് മിസ് കുറച്ചൊന്ന് പറഞ്ഞായിരുന്നു അല്ലേ? എന്തായിരുന്നു പറഞ്ഞേ? ഒന്നും കൂടെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, നിങ്ങളുടെ മെസ്സേജുകളൊന്നും മിസ്സിന് കാണാൻ പറ്റുന്നില്ല. എന്തെങ്കിലും മെസ്സേജ് അയച്ചിരുന്നോ ആരെങ്കിലും? ആ, ഓക്കെ. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? കൺസിഡർ എ യൂണിറ്റ് സർക്കിൾ. ഓക്കെ, ആ കുട്ടികളെത്തിയതേ ഉള്ളൂ. ജിനോ. ഓക്കെ. ആ, ഒരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്തു. നമ്മുടെ യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിൾ കൺസിഡർ ചെയ്തു. അതിലൊരു ജനറൽ പോയിന്റ് എ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ എടുത്തു അല്ലേ? ഒരു ജനറൽ പോയിന്റ് എ ബി എടുത്തു. പി പി എന്നാണ് ആ പോയിന്റിന് പേര് കൊടുത്തത്. അപ്പൊ അതിന്റെ എക്സ് കോർഡിനേറ്റ് എ ആയിട്ടും വൈ കോർഡിനേറ്റ് ബി ആയിട്ടുമാണ് എടുത്തത്, ആണല്ലോ. ദെൻ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ആ യൂണിറ്റ് സർക്കിളിന്റെ എ എന്ന് പറയുന്ന പോയിന്റ്, യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ റേഡിയസ് 1 ആണ്. അപ്പൊ എ വരുമ്പോ എക്സ് കോർഡിനേറ്റ് 1 0 വരും അല്ലെ? ബി എന്ന് പറയുന്നത് 0 1 വന്നു. സി എന്ന് പറയുന്നത് -1 0 ആൻഡ് ഡി ഈസ് 0 -1. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് വെച്ചിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് എ എന്ന് പറയുന്ന പോയിന്റ് 1 0 ആണ്. ദാറ്റ് മീൻസ് എക്സ് കോർഡിനേറ്റ് അവിടെ എന്താണ്? എക്സില് നമ്മൾ 1 എന്ന് പറയുന്ന പോയിന്റിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. റേഡിയസ് 1 ആയതുകൊണ്ടാണ്. അവിടെ വൈ കോർഡിനേറ്റ് 0 ആണ് അല്ലെ? ഇവിടെ വരുന്നോണ്ട് ബിയുടെ അവിടെ വരുന്നോണ്ട് എക്സ് കോർഡിനേറ്റ് അവിടെ 0 ആണ്, വൈ 1 ആയിട്ട് വന്നു. സി നെഗറ്റീവ് ആണ്, -1 ആണ്, ലെഫ്റ്റിലോട്ട് പോയിരിക്കുന്നതുകൊണ്ട് -1 0. ആൻഡ് ഡി ഈസ് എക്സ് കോർഡിനേറ്റ് അവിടെ എന്ത് തന്നെയാണ്, 0 ആണ്, വൈ -1. ഓക്കെ, അത് ഓർമ്മയിരിക്കണം. ദെൻ നമ്മൾ ജനറൽ പോയിന്റ് പി എ ബി എന്ന് എടുത്തു. അപ്പോ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഒ മുതൽ എം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ നമ്മൾ റേഡിയൻ എക്സ് ആണ് അവിടുത്തെ റേഡിയൻ മെഷർ എന്ന് പറയുന്നത്. ആംഗിൾ അപ്പൊ എക്സ് വന്നു, എക്സ് റേഡിയൻ ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പി എം ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? പി എം എന്ന് പറയുന്നത് ബി ആണ്. ബി ഡിവൈഡഡ് ബൈ 1 വന്നു. അപ്പൊ ബി എന്ന് പറയുന്നത് സൈൻ എക്സ് എന്ന് കിട്ടി. പിന്നെ അതുപോലെ തന്നെ കോസ് എക്സ് കണ്ടുപിടിച്ചപ്പോ എ എന്ന് കിട്ടി.
അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ ഒരു ജനറൽ പോയിന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ എ ബി എന്നായിരുന്നു എടുത്തിരുന്നത്. എ ബി ആയിരുന്നു ജനറൽ പോയിന്റ്. അപ്പൊ എ എന്ന് പറയുന്നത് കോസ് എക്സും ബി എന്ന് പറയുന്നത് സൈൻ എക്സും ആയിരിക്കും. അപ്പൊ ആ ജനറൽ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് കോസ് എക്സും സൈൻ എക്സും ആയിരിക്കും. ഇവിടെ ഒരു യൂണിറ്റ് സർക്കിളിലെ എവിടെ ഒരു പോയിന്റ് എടുത്താലും അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് കോസ് എക്സും വൈ കോർഡിനേറ്റ് സൈൻ എക്സും ആണ്. ഓക്കെ, കൂടുതലായിട്ടൊന്നും നിങ്ങൾ മനസ്സിലാക്കണ്ട. ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, അതേ ഉള്ളൂ. അപ്പോ കോസ് എക്സും സൈൻ എക്സും ആണ്. അപ്പൊ ഇവിടെ കോസ് എക്സിനും സൈൻ എക്സ് ഈ എക്സിന്റെ വാല്യൂ വേരി ചെയ്യുന്നതിനനുസരിച്ച്, അതായത് എക്സ് എന്ന് പറയുന്ന ആംഗിൾ ആണ്, ആംഗിളിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കോസ് എക്സിനും സൈൻ എക്സിനും ഡിഫറെന്റ് വാല്യൂസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ കോസ് എക്സ് ആൻഡ് സൈൻ എക്സ് ആസ് ഡിഫറെന്റ് ഇമേജസ് എന്ന് പറഞ്ഞു അല്ലെ. അതുകൊണ്ട് കോസ് എക്സും സൈൻ എക്സും ഫങ്ഷൻസ് ആണെന്ന് നമുക്ക് പറയാം. കോസ് എക്സ് ആൻഡ് സൈൻ എക്സ് ആർ ഫങ്ഷൻസ്. കോസ് എക്സും സൈൻ എക്സും ഫങ്ഷൻ ആയതുകൊണ്ട് ടാൻ എക്സ് ഈസ് ഓൾസോ എ ഫങ്ഷൻ ആണല്ലോ. സോ ടാൻ എക്സ് ഈസ് ഓൾസോ എ ഫങ്ഷൻ. എന്തുകൊണ്ടാ? ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആ. സൈൻ എക്സും ഫങ്ഷൻ ആണ്, കോസ് എക്സും ഫങ്ഷൻ ആണ്. അതുകൊണ്ട് ടാൻ എക്സ് ഈസ് ഓൾസോ എ ഫങ്ഷൻ ആണല്ലോ. ദെൻ അതിന്റെ റെസിപ്രോക്കൽസ് എല്ലാം അപ്പൊ എന്തായിരിക്കും? ഫങ്ഷൻസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ടും സൈൻ എക്സ് കോസ് എക്സ് ടാൻ എക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് സൈൻ എക്സ് ഫംഗ്ഷൻ ആണ്, കോസ് എക്സ് ഫംഗ്ഷൻ ആണ്. സോ ടാൻ എക്സ് ഇസ് ഓൾസോ എ ഫംഗ്ഷൻ. അതർ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആർ ഓൾസോ എ ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് ഇപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ്, അപ്പൊ നമ്മൾ ആ ജനറൽ പോയിന്റ് എ ബി ആണ്. ആ ജനറൽ പോയിന്റ് പി കോയിൻസൈഡ് അറ്റ് എ സപ്പോസ്. ഓക്കെ, ആ ജനറൽ പോയിന്റ് ഇവിടെ വന്നു. അപ്പൊ എന്നാ സംഭവിച്ചത്? ആ ജനറൽ പോയിന്റ് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? പി എന്ന് പറയുന്നത് ഇവിടെ എത്തി. പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. പിയും എയും കൂടെ കോയിൻസൈഡ് ചെയ്തു. ദാറ്റ് മീൻസ് ആംഗിൾ ഈസ് ഈക്വൽ ടു എന്താണ്? 0 ഡിഗ്രി ആയാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ആംഗിള് 0 ഡിഗ്രിയാ. പി ആ ജനറൽ പോയിന്റ് എയുമായിട്ട് കോയിൻസൈഡ് ചെയ്തപ്പോ ജനറൽ പോയിന്റ് പി കോയിൻസൈഡ് അറ്റ് എ മീൻസ് ആംഗിൾ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. എ ബി ആണ് നമ്മുടെ കോർഡിനേറ്റ്സ് വരുന്നത്. അപ്പൊ കോസ് എക്സ് സൈൻ എക്സ് ആണ്. ഓക്കെ, കോസ് എക്സ് സൈൻ എക്സ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ അപ്പോ 0 ഡിഗ്രി വന്നപ്പോൾ കോസ് 0 എന്ന് പറഞ്ഞത് എന്ത് വന്നു? കോസ് 0 എന്ന് പറയുന്നത് കോസ് എക്സ് എന്ന് പറയുന്ന എക്സ് കോർഡിനേറ്റ് ആണ്. എക്സ് കോർഡിനേറ്റ് ഇവിടെ എന്താ കിടക്കുന്നത്? 1 ആണ്. സോ കോസ് 0 ഈസ് 1. സൈൻ എക്സ് എന്ന് പറയുന്ന വൈ കോർഡിനേറ്റ് ആണ്. ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 0 ആണ്. സോ സൈൻ 0 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. അപ്പോ ആ ജനറൽ പോയിന്റ് എയുമായിട്ട് കോയിൻസൈഡ് ചെയ്തപ്പോ കോസ് 0 ഈസ് ഈക്വൽ ടു 1 എന്നും കിട്ടി, സൈൻ 0 ഈസ് ഈക്വൽ ടു 0 എന്നും കിട്ടി. ബിക്കോസ് നമ്മുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്, വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് സൈൻ എക്സും ആണ്. ഓക്കെ, ഇനി നമ്മുടെ ആംഗിള് എന്ത് ചെയ്തു? ആ ജനറൽ പോയിന്റ് എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്തിട്ട് എവിടെ എത്തി? ഇവിടെ എത്തി. ദാറ്റ് മീൻസ് ആംഗിൾ എത്രയാണ്? π/2 ആയി അല്ലെ. 0 ഡിഗ്രിയിൽ നിന്നും എവിടേക്ക് വന്നു? 90 ഡിഗ്രിയിലേക്ക് വന്നു. π/2 ഓർ 90 ഡിഗ്രി, നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചിന്തിക്കാം കേട്ടോ. ഡിഗ്രി ആണെങ്കിൽ 0 ഡിഗ്രി, റേഡിയൻ ആണെങ്കിൽ π/2. അപ്പൊ π/2 വന്നപ്പോ അതായത് ആംഗിള് മൂവ് ചെയ്തു അല്ലെ. ആ ജനറൽ പോയിന്റ് എന്ന് പറയുന്ന ബിയിൽ വന്നപ്പോ cos π/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? cos π/2 is equal to, cos എന്ന് പറയുന്ന എക്സ് കോർഡിനേറ്റാ. എത്ര? cos π/2 is equal to 0 and sin π/2 is equal to എത്ര വന്നു? 1 വന്നു. That means cos 90 is equal to 0 and sin 90 is equal to 1. ഇങ്ങനെയാണ് നമുക്ക് കോസിന്റെ സൈനിന്റെ ഒക്കെ വാല്യൂസ് കിട്ടുന്നത്. ഓക്കെ, cos 90 is equal to 0 and sin 90 is equal to 1. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. Then
അടുത്ത വീണ്ടും എന്ത് ചെയ്തു, അത് റൊട്ടേറ്റ് ചെയ്തിട്ട് എവിടെ വരെ എത്തി, ആ ജനറൽ പോയിന്റ് എന്ന് പറയുന്നത് പി കോയിൻസൈഡ് അറ്റ് സി, കോയിൻസൈഡ് അറ്റ് സി. ഇവിടെ എന്തായിരുന്നു സംഭവിച്ചത്, പി കോയിൻസൈഡ് അറ്റ് ബി. ആരുടെ എനക്കൊന്നും ഇല്ലല്ലോ, ഇല്ലേ എവിടെ ആരും? ആ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? യെസ് ഓർ നോ? മെസ്സേജ് ഇടേ. പി കോയിൻസൈഡ് അറ്റ്, ആ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ പി, ആ ഓക്കെ 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 ദിബു. പി എവിടെ വന്നു, സി കോയിൻസൈഡ് ചെയ്തു. അപ്പൊ ആംഗിൾ എത്രയാണ് വന്നിരിക്കുന്നത്, ആംഗിൾ ഈസ് ഈക്വൽ ടു എത്ര വന്നു, ഇവിടുന്ന് 90 ഡിഗ്രി ആണ് നമുക്ക് ഇവിടെ വരെ വരുമ്പോ അല്ലെ, ഇവിടെ എവിടെയാ ബി വരെ വരുമ്പോ 90 ഡിഗ്രി ആണ്. അത് സിയിൽ എത്തിയപ്പോഴത്തേക്കിന് എത്രയായി, 180 ഡിഗ്രി ആയി. ആംഗിൾ എത്രയായി, പൈ ആയി, അല്ലെങ്കിൽ 180 ഡിഗ്രി ആണോ, പൈ ഓർ 180 ഡിഗ്രി. അപ്പൊ എന്ത് പറയാം നമുക്ക്, കോസ് പൈ ഈസ് ഈക്വൽ ടു എത്രയാ, അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് -1 ആണ്. സോ കോസ് പൈ ഈസ് ഈക്വൽ ടു -1 ആൻഡ് സൈൻ പൈ ഈസ് ഈക്വൽ ടു എന്ത് വരും, 0 വരും. ഓക്കെ, കോസ് പൈയുടെ വാല്യൂ -1 വന്നു, സൈൻ പൈയുടെ വാല്യൂ 0 വന്നു. അഗെയിൻ പി കോയിൻസൈഡ് അറ്റ് ഡി. പി എവിടെ വന്നു, ഡിയിലെത്തി എന്ന് വെച്ചാൽ ഈ ആംഗിൾ മൂവ് ചെയ്ത് ദാ ഇവിടെ വരെ എത്തി എന്നാണ്. ദാറ്റ് മീൻസ് അവിടെ വരെ എന്ന് പറയുമ്പോ എത്ര, പൈയുടെ കൂടെ വീണ്ടും π/2 വരും അല്ലെ, പൈ പ്ലസ് π/2 എത്രയാ, പൈയുടെ കൂടെ π/2 കൂടെ ആഡ് ചെയ്യുമ്പോ π/2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാ. അപ്പൊ 180 ഡിഗ്രിയോട് 90 ഡിഗ്രിയും കൂടെ വരുമ്പോ 3π/2, അതായത് 270. 3π/2 എന്ന് പറയുന്നത് 270 ഡിഗ്രി ആണ്. 270 ഡിഗ്രി അവിടെ വരെ വന്നപ്പോഴത്തേക്കും 270 ആയി. അപ്പൊ എന്താ സംഭവിച്ചത്, അവിടുത്തെ കോസ് 3π/2 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോസ് 270 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് എത്രയാ, 0 ആണ്. അതുപോലെ സൈൻ 3π/2 ഈസ് -1. ക്ലിയർ ആയോ? അഗെയിൻ അത് എവിടെ വന്നു, റൊട്ടേറ്റ് ചെയ്തിട്ട് ആംഗിൾ വീണ്ടും എയിൽ എത്തിച്ചേർന്നു. ദാറ്റ് മീൻസ് ഫുൾ റൊട്ടേഷൻ വരും 360 ഡിഗ്രി അല്ലെ, ഫുൾ റൊട്ടേഷൻ വരുന്നുണ്ട് 360 ഡിഗ്രിയാ. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാ, 2π ആണല്ലോ. 2π വന്നപ്പോ നമുക്ക് വീണ്ടും എന്ത് വന്നു, കോസ് 2π എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി, 1 എന്ന് കിട്ടി. അതുപോലെ സൈൻ 2π എന്ന് പറഞ്ഞാൽ എത്രയാ, 0 എന്നും കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്താ പറഞ്ഞത്, ഈ ജനറൽ പോയിന്റ് യൂണിറ്റ് സർക്കിൾ ആണ്. യൂണിറ്റ് സർക്കിളിലെ എയിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്, അപ്പൊ 0 ആയി അവിടുത്തെ ആംഗിൾ. അപ്പൊ കോസ് 0 = 1, സൈൻ 0 = 0. ബിക്കോസ് നമ്മുടെ എക്സ് കോർഡിനേറ്റ് കോസ് എക്സും വൈ കോർഡിനേറ്റ് സൈൻ എക്സും ആണ്. അപ്പൊ കോസ് എക്സ് സൈൻ എക്സും വാല്യൂസ് കോസ് 0 1 സൈൻ 0 0 എന്ന് കിട്ടി. ഇനി അഗെയിൻ അത് ബിയിൽ പോയപ്പോഴത്തേക്കും നമുക്ക് 90 ഡിഗ്രി ആയി. ദാറ്റ് മീൻസ് π/2 ഡിഗ്രി അല്ലെ, സോറി π/2 റേഡിയന് 90 ഡിഗ്രി. ദാറ്റ് ഈസ് കോസ് π/2 = 0 ആൻഡ് സൈൻ π/2 = 1. എക്സ് കോർഡിനേറ്റ് ആണ് കോസ്, വൈ കോർഡിനേറ്റ് സൈൻ. ഓക്കെ, അത് റൊട്ടേറ്റ് ചെയ്തിട്ട് എവിടെ വന്നു, സിയിൽ വന്നു. ദാറ്റ് മീൻസ് പൈ ആയി ആംഗിൾ. ആംഗിൾ പൈ ആയപ്പോ കോസ് പൈ എന്ന് പറയുന്നത് -1ഉം സൈൻ പൈ എന്ന് പറയുന്നത് 0 ആയി. അഗെയിൻ റൊട്ടേറ്റ് ചെയ്തു, വീണ്ടും 90 ഡിഗ്രിയും കൂടെ റൊട്ടേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് 270 ഡിഗ്രി. 3π/2 ആയപ്പോഴത്തേക്ക് കോസ് 3π/2 എന്ന് പറഞ്ഞാൽ 0 ആയി. സൈൻ 3π/2 എന്ന് പറയുന്നത് -1 ആയി. ഓക്കെ, ദെൻ അഗെയിൻ എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തിട്ട് 360 ഡിഗ്രി ആയി. 360 ഡിഗ്രി എന്ന് പറയുമ്പോൾ ആംഗിൾ എയിൽ വന്നു അല്ലെ, എയില് കോയിൻസൈഡ് ചെയ്തു. അപ്പോ കോസ് 2π എന്ന് പറയുന്നത് 1 ആയി, സൈൻ 2π എന്ന് പറയുന്നത് 0 ആയി. വീണ്ടും ഇത് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. അപ്പോ നമുക്ക് എന്താ സംഭവിക്കുന്നത്, സെയിം വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഈ 2π കഴിഞ്ഞിട്ട് എത്ര നമ്മള് ആംഗിൾ കൂടിയാലും, ആംഗിൾ കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ 2π എന്ന് പറയുമ്പോ 360 ആ. 360 പ്ലസ് അടുത്ത ഇവിടെ ഇപ്പൊ 30 കൂടെ ആയി. അപ്പൊ എന്നാ കിട്ടുന്നത്, നമുക്കിപ്പോ സൈൻ 360യുടെ കൂടെ
വീണ്ടും 30 ഡിഗ്രിയും കൂടെ കൂടുവാണെങ്കിലും എഗെയിൻ നമുക്ക് നേരത്തെ സൈൻ 30യുടെ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഈ ഒരു റൊട്ടേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് സെയിം വാല്യൂസ് ആണ്. സെയിം വാല്യൂസ് ആഫ്റ്റർ വൺ റൊട്ടേഷൻ. ഒരു റൊട്ടേഷൻ കഴിയുന്നുണ്ട് നമുക്ക് സെയിം വാല്യൂസ് ആണ് എന്തിന് കിട്ടുന്നത്? സൈനിനും കോസിനുമാണ്. അത് ഓർമ്മ വരുന്നോണം. സൈൻ ആൻഡ് കോസിന്റെ വാല്യൂ, സൈൻ എക്സിനും കോസ് എക്സിനും ഇത് ഇമ്പോർട്ടന്റ് ആണ്. സെയിം വാല്യൂസ് ആഫ്റ്റർ വൺ റൊട്ടേഷൻ. അത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോ ഒരു റൊട്ടേഷൻ കഴിയുമ്പോ, അതായത് 360 ഡിഗ്രി കഴിയുമ്പോ 360 പ്ലസ് 360 എന്ന് പറയുന്നത് എന്താണ്? ഈവൻ മൾട്ടിപ്പിൾ ആണ് അല്ലെ? ഈവൻ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോ ഈവൻ മൾട്ടിപ്പിളിന് നമ്മള് 2n പൈ എന്ന് പറയും. 2n പൈ ഈവൻ മൾട്ടിപ്പിളിന് പറയുന്ന പേരാണ് 2n പൈ. എന്ന് വെച്ചാൽ എന്താണ്? 2n പൈ ജനറൽ ആയിട്ട് പറയുന്നതാണ്. ഇപ്പൊ എന്നിന് നമ്മള് n ബിലോങ്സ് ടു z ആണ്. n ബിലോങ്സ് ടു z ഇൻഡിജേഴ്സ് ആണ്. n എന്ന് പറയുന്നത് ഇൻഡിജേഴ്സ് ആണ്. അപ്പൊ മൈനസും ആകാം പ്ലസും ആകാം. ഓക്കെ, അപ്പോ 2 ഇൻറ്റു ഇപ്പൊ 0 കൊടുക്കുക. 2 ഇൻറ്റു 0 പൈ, ദാറ്റ് മീൻസ് 0 കിട്ടും ആണല്ലോ. ദെൻ 2 ഇൻറ്റു 1 പൈ, ദാറ്റ് ഈസ് 2 പൈ. 2 ഇൻറ്റു 2 പൈ, n ഇൻ 2 കൊടുക്കുന്നുണ്ടെ 4 പൈ കിട്ടി. കണ്ടോ? അതിനാണ് നമ്മൾ ഈവൻ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഈ എക്സ് കോർഡിനേറ്റില് എന്താ വരുന്നത്? ഇവിടെ വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 0, 2 പൈ, 4 പൈ ഇങ്ങനെയുള്ള വാല്യൂസ് ആണ് വരുന്നത്. ഒരു റൊട്ടേഷൻ കഴിഞ്ഞു, വീണ്ടും റൊട്ടേഷൻ വന്നു. കണ്ടോ? അപ്പൊ നമുക്ക് n പൈ എന്ന് പറയാം. 2n പൈ എന്ന് പറയാം. ആ 2n പൈയുടെ കൂടെ എക്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? ആ എക്സ് തന്നെ കിട്ടും കേട്ടോ. അത് നമുക്ക് പിന്നീട് ഒന്നും കൂടെ മിസ് എഴുതി വെച്ചിട്ടുണ്ട്, ഇപ്പൊ പറയാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ആഫ്റ്റർ വൺ റൊട്ടേഷൻ വി ഗെറ്റ് ദ സെയിം വാല്യൂസ്. ക്ലിയർ? അപ്പൊ നമുക്ക് അടുത്ത ഗ്രാഫ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഗ്രാഫ് ഒന്നും വരയ്ക്കാനോ ഒന്നും ചോദിക്കത്തില്ല. ഇപ്പൊ മുമ്പേ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഒന്ന് അതിനെ നന്നായിട്ട് മനസ്സിലാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന, നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി എന്നുള്ളവർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ട് മിസ് പറഞ്ഞതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മള് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാനേ പറ്റത്തുള്ളൂ. ഇത് എന്തുകൊണ്ട് കിട്ടിയെന്ന് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നോടനെ മനസ്സിലാകണമെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോ ഗ്രാഫ് വരയ്ക്കാനൊന്നും പറയത്തില്ല. സൈൻ എക്സിന്റെ ഗ്രാഫ് ഒന്ന് വരച്ചേ, അല്ലെ കോസ് എക്സിന്റെ ഗ്രാഫ് വരച്ചതൊന്നും ക്വസ്റ്റ്യൻ അത് ചോദിക്കത്തില്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് കേട്ടോ. അപ്പൊ നിങ്ങൾ എവിടെ പോയാലും ജസ്റ്റ് ഇത് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഗ്രാഫ് ഓഫ് സൈൻ എക്സിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? അപ്പൊ സൈനിന്റെ വാല്യൂസ് കൊടുത്തിരിക്കുകയാണ് 0, π/2. അപ്പൊ വേറൊരു കാര്യമുണ്ട്, അതിന്റെ ഇടയ്ക്ക് പറയാതെ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അപ്പൊ നമ്മള് സൈൻ എക്സിനും കോസ് എക്സിനും ഇവിടെ വാല്യൂസ് കിട്ടിയല്ലോ. നമുക്ക് എവിടെ മുതൽ എവിടെ വരെയാണ് സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും വാല്യൂസ് ഉള്ളത്? ഒന്ന് നോക്കിക്കേ. ഇതില് കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് കോർഡിനേറ്റ് ആണ്. എക്സ് കോർഡിനേറ്റിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. മാക്സിമം വാല്യൂ ഏതാ? 1. മിനിമം വാല്യൂ എന്ന് പറയുന്നതോ? -1. അപ്പോ കോസ് എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെ പോകത്തുള്ളൂ? -1 to +1. -1 to +1 ആയിരിക്കും റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഞ്ച്, ഡൊമൈനും റേഞ്ചും ഒക്കെ നിങ്ങൾ ഫംഗ്ഷനകത്ത് പഠിച്ചു കാണുമല്ലോ. റേഞ്ച് എന്ന് പറയുന്നത് y കോർഡിനേറ്റ് ആണ് കേട്ടോ. y കോർഡിനേറ്റ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോ ഈ കോസ് എക്സിന്റെയും സൈൻ എക്സിന്റെയും വാല്യൂ -1 മുതൽ +1 വരെ പോകത്തുള്ളൂ. നോക്കിക്കേ, കോസ് എക്സ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റിന്റെ മാക്സിമം വാല്യൂ 1 ആണ്, മിനിമം വാല്യൂ -1 ആണ്. ഓക്കെ, അതുപോലെ തന്നെ y കോർഡിനേറ്റിന്റെ മാക്സിമം വാല്യൂ 1 ആണ്, മിനിമം വാല്യൂ -1 ആണ്. അപ്പൊ റേഞ്ച് ഓഫ് കോസ് എക്സ് ആൻഡ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ അത് ഓർമ്മയിരിക്കണം. കോസ് എക്സ് ആൻഡ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? -1 to +1 ആണ്. ഓക്കെ, അപ്പൊ അത് ഇവിടെ ഒരു ഇതായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നോക്കിക്കേ, നമ്മളെ സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. സൈൻ π/2 ± വരും കേട്ടോ. n =
n belongs to z ആണ്. അപ്പം നമുക്ക് +π/2 എടുത്താലും -π/2 എടുത്താലും സെയിം വാല്യൂ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോ sin 0 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, sin 0 0. sin 90 എന്ന് പറയുന്നത് 1 അല്ലേ, sin 90 1. പിന്നെയോ sin 180 വന്നപ്പോ വീണ്ടും 0 ആയി അല്ലേ. sin 270 വന്നപ്പോ -1 വന്നു ആണല്ലോ. അപ്പൊ അത് വെച്ചിട്ടാണ് ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. എപ്പോഴും ഓർത്തോണം, ഈ 0 ഇപ്പൊ 0 വന്നു, 1 വന്നു. ഇപ്പൊ ഗ്രാഫ് sin x-ന്റെ ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. നമുക്ക് 0 മുതൽ 1 വരെ പോയി, വീണ്ടും തിരിച്ച് -1 കഴിഞ്ഞിട്ട് 0 വരെ പോയി. 0 1 again 0 -1 0. അത് കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, ഇത് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. കണ്ടോ, അതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പറയുമ്പോൾ sin x ആൻഡ് cos x ആർ പീരിയോഡിക് ഫംഗ്ഷൻസ്. കണ്ടോ, ഒരു ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ഇന്റർവെൽ ദ ഗ്രാഫ് ഓൾസോ സെയിം. കണ്ടോ, അതിന്റെ ആ ഗ്രാഫിന്റെ ഷേപ്പ് എന്താണ്, സെയിം ആണ്. ഒരു ഇന്റർവെൽ കഴിഞ്ഞു കഴിഞ്ഞാല് സെയിം ആയിട്ട് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തു പോകുന്നത്. റിപ്പീറ്റ് ചെയ്യുന്നു, ആഫ്റ്റർ എ ഇന്റർവെൽ ഇറ്റ് റിപ്പീറ്റ്സ്. അപ്പൊ sin x ആൻഡ് cos x ആർ പീരിയോഡിക് ഫങ്ഷൻസ് എന്ന് പറയും. ആർ പീരിയോഡിക് ഫങ്ഷൻസ്, പീരിയോഡിക് ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോ വേറൊരു കാര്യമുണ്ട് ഇതിനകത്തുനിന്ന്, നമുക്ക് സൈനിന്റെ ഏതൊക്കെ വാല്യൂസ് ആ സീറോസ് കിട്ടുന്നത്. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ് ആണല്ലോ. സൈൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. sin pi is equal to 0. Sin 2pi is equal to 0. ആണോ? sin 3pi is equal to 0. ഇങ്ങനെയാണ് പോകുന്നത് സൈനിന്റെ വാല്യൂസ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ട, ഗ്രാഫ് അറിഞ്ഞില്ലെങ്കിലും sin 0 0 ആണ്, sin pi വരുമ്പോ 0 ആണ്, sin 2pi വരുമ്പോ 0 ആണ്, sin 3pi വരുമ്പോ 0 ആണ്. ജനറൽ ആയിട്ട് നമുക്കപ്പോ എന്ത് പറയാം, sin n pi is equal to 0 എന്ന് പറയാം. n pi എന്ന് പറഞ്ഞാൽ 0 കൊടുക്കുമ്പോൾ 0 pi, that is 0 is equal to 0. 1 കൊടുക്കുന്നുണ്ട് 1 pi is equal to 0, 2 pi is equal to 0, 3 pi is equal to 0 എന്ന് കിട്ടും. അപ്പോ ജനറൽ ആയിട്ട് sin n pi എന്ന് പറഞ്ഞാൽ 0 ആണ്. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അതുപോലെ തന്നെ കോസിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. കോസിന്റെ ഗ്രാഫ് വരയ്ക്കുന്നുണ്ട് അവിടെ ഇതുപോലെ തന്നെ കോസിന്റെ ഗ്രാഫില് എന്താണ്, പിന്നെ ഒരു കാര്യമുണ്ട്, സൈനിന്റെ വാല്യൂസ് നോക്കിക്കേ. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത് വാല്യൂസും വരാം ആണല്ലോ. എക്സ് കോർഡിനേറ്റിൽ ഏത് വാല്യൂവും വരാം. അപ്പോ എക്സ് എന്ന് പറയുന്നത്, അതായത് ഡൊമൈൻ എന്ന് പറയുന്നത്, ഡൊമൈൻ ആണ് എക്സ് കോർഡിനേറ്റ്, റിയൽ നമ്പേഴ്സ് ആണ്. ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്. സൈനിന്റെ ഡൊമൈൻ ഏതാന്ന് ചോദിച്ചാൽ റിയൽ നമ്പേഴ്സ് ആണ്. ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പക്ഷേ റേഞ്ച് എന്ന് പറയുന്നതോ, റേഞ്ച് നോക്കിക്കേ, എവിടെ മുതൽ എവിടെ വരെ ഉള്ളൂ. അതാണ് മിസ് മുമ്പേ പറഞ്ഞത്, +1 മുതൽ -1 വരെ ഉള്ളൂ, താഴോട്ട് വേറെ എങ്ങോട്ടും പോകുന്നില്ല ഇത്. അപ്പോ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് +1 to -1 അല്ലെങ്കിൽ -1 to +1, എങ്ങനെ വേണമെങ്കിലും പറയാം. -1 to +1 റേഞ്ച് ഓഫ് സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് -1 to +1. ഓക്കെ, അതുപോലെ തന്നെ കോസിന്റെ എടുക്കുന്നുണ്ട്. cos 0 എന്ന് പറഞ്ഞാൽ എന്താണ്, cos 0 1 ആണ് അല്ലെ. അപ്പൊ നമുക്ക് അത് എടുക്കാൻ പറ്റത്തില്ല. cos pi/2 is equal to 0. cos pi/2 എന്ന് പറയുന്നത് 0 ആണ്. then cos 3pi/2 is equal to 0 ആണ്. cos 3pi/2 നെഗറ്റീവും വരും കേട്ടോ, മൈനസ് ഇവിടെ ഉണ്ട് കേട്ടോ, -π. sin -π is also 0, -π 0 ആണ്. sin -2π 0 ആണ് അല്ലേ. sin -2π is equal to 0. അപ്പൊ നമുക്ക് n belongs to z ആണ് കേട്ടോ. അപ്പൊ നെഗറ്റീവ് വാല്യൂ വരാം, n belongs to z ആണ്. അപ്പൊ ഇവിടെ cos 3pi/2 is equal to 0, cos 5pi/2 is equal to 0, അതുപോലെ -3pi/2 is equal to 0, cos -3pi/2 is equal to 0 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇവിടെ
π/2, 3π/2, 5π/2, -3π/2 കണ്ടോ? അപ്പോ നമുക്ക് കോസിന്റെ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 എന്ന് പറയും. എന്താ പറയുന്നത്? ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2. ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 is equal to 0 എന്ന് പറയാം. കോസിന്റെ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഓഡ് മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 1π/2, 3π/2, 5π/2 അങ്ങനെ വരും. അതിനെ നമ്മൾ ജനറൽ ആയിട്ട് 2n+1π/2 എന്ന് പറയും. ഈക്വൽ ടു 0. അതായത് കോസ് 2n+1π/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. എന്നിന് വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കിക്കോ, അപ്പൊ നമുക്ക് കിട്ടും. എന്നിന് 0 ഇട്ട് കൊടുക്കുവാണെങ്കിൽ എന്ത് പറ്റും? കോസ് ഇതോടെ 0 ആയോ? കോസ് 1π/2 കിട്ടും. എന്നിന് 1 ഇട്ട് കൊടുക്കുവാണെങ്കിൽ 2+1 3π/2 കിട്ടും. എന്നിന് 2 കൊടുക്കുവാണെങ്കിൽ 5π/2 കിട്ടും. കണ്ടോ? അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് കോസ് 2n+1π/2 is equal to 0 എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനിയുള്ളത് ടാനിന്റെ. നമുക്ക് സൈനും കോസും ടാനിന്റെയും ഗ്രാഫിന്റെ മാത്രമേ ആവശ്യം ഉള്ളൂ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനും വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ എല്ലാം ഒന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. സൈനിന്റെ കോസിന്റെ വരുന്നുണ്ട് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. രണ്ടും പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. റേഞ്ച് ഇവിടെ റേഞ്ച് എന്ത് തന്നെയാണ്? റേഞ്ച് -1 to +1 ആണ്. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഇപ്പൊ -1 to +1 ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. ഡൊമൈനും റേഞ്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. +2 നമുക്കത് ആവശ്യമുള്ളതാണ്. ഇനി ടാൻ എക്സിന്റെ ഗ്രാഫ് വരുന്നുണ്ട്. നോക്കിക്കേ, ടാൻ 180 ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണ്. ടാൻ 3π/2 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. കണ്ടോ? ടാൻ π എന്ന് പറഞ്ഞാൽ 0, ടാൻ 2π = 0, ടാൻ 3π = 0. അപ്പൊ ടാൻ nπ = 0 എന്ന് നമുക്ക് പറയാം. കണ്ടോ? ടാനിന്റെ വാല്യൂസ് പറയുന്നുണ്ട്. ടാൻ nπ = 0 എന്ന് പറയാം. ടാൻ nπ = 0. ഓക്കെ, 1π, 2π, 3π എല്ലാം എന്താണ്? 0 ആണ് വരുന്നത്. അപ്പൊ ടാൻ nπ = 0. അതും ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ടാനിന്റെ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 0 കിട്ടുന്നത്. ഇനി നോക്കിക്കേ, ടാനിന്റെ +or-π/2 π/2 എടുക്കുന്നതാണ് ഇൻഫിനിറ്റി ആണ്. അപ്പോ 3π/2 എടുക്കുമ്പോഴും എന്ത് തന്നെയാണ്? ഇൻഫിനിറ്റി ആണ് കിട്ടുന്നത്. അപ്പോ നമുക്ക് π/2, 3π/2 ടാനിന്റെ ടാൻ π/2 അതുപോലെ തന്നെ ടാൻ 3π/2 ഇതൊന്നും എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. നോട്ട് ഡിഫൈൻഡ് എന്ന് പറയും. ടാൻ π/2ഉം ടാൻ 3π/2 ഒന്നും ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാല് എന്താണ്? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആ റിയൽ നമ്പേഴ്സിൽ നിന്നും ടാനിന്റെ എന്തൊക്കെയായിരുന്നു നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ളത്? ഓക്കെ, ടാനിന്റെ π/2, 3π/2 മുമ്പത്തെ പോലെ തന്നെ. അപ്പൊ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2. ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2. ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 എന്ത് ചെയ്യണം? ആ റിയൽ നമ്പേഴ്സിൽ നിന്നും മൈനസ് ചെയ്യണം. അതാണ് അതിന്റെ ഡൊമൈൻ ആയിട്ട് വരുന്നത്. ബിക്കോസ് ടാൻ π/2ഉം ടാൻ 3π/2 ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് r - ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 അല്ലെങ്കിൽ r - 2n+1 π/2 എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ അത് 3 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് 2π/2 അത് ഏതിനകത്തുനിന്ന് മൈനസ് ചെയ്യണം? ഏതിനകത്തുനിന്ന് മൈനസ് ചെയ്യണം? അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സിനകത്തുനിന്ന്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ ഡൊമൈനും റേഞ്ചും? എന്തായിരുന്നു ഡൊമൈൻ എന്ന് പറയുന്നത്? എക്സ് കോർഡിനേറ്റ് ആണ് അല്ലെ? ഡൊമൈൻ എന്ന് പറഞ്ഞാല് എക്സ് ആക്സിസ്. അപ്പൊ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പേഴ്സിനകത്തുനിന്ന്. ഇവിടെ റിയൽ നമ്പേഴ്സിലെ
ഇതിനൊന്നും വാല്യൂസ് കിട്ടുന്നില്ല, ഇൻഫിനിറ്റി ആണ് ഇവിടെ അല്ലേ, നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് ആ റിയൽ നമ്പേഴ്സിനകത്തുനിന്ന് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈ ബൈ ടു മൈനസ് ചെയ്യുന്നതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് എല്ലാ നമ്പേഴ്സും എടുക്കാം, റിയൽ നമ്പേഴ്സ് മുഴുവനും എടുക്കാം. കണ്ടോ, എല്ലാത്തിനും നമുക്ക് അവിടെ ഇമേജ് കിട്ടുന്നുണ്ട്. അതാണ് ടാൻ എക്സിന്റെ ഈ മൂന്നെണ്ണത്തിന്റെ ഗ്രാഫ് നിങ്ങൾ ശരിക്കും അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി വരുന്നത് അതുപോലെ തന്നെ കൊസീക് എക്സ് വരുമ്പോൾ കണ്ടോ, കൊസീക് എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. അവിടെ എന്തുണ്ട്, അതിന് താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ. ഫ്രം ദ ഗ്രാഫ് ഷോൺ വി ഒബ്സർവ് ദാറ്റ് ദ വാല്യൂസ് ഓഫ് സൈൻ എക്സ് റിപ്പീറ്റ്സ് ആഫ്റ്റർ ദ ഇന്റർവൽ ഓഫ് 2π കഴിയുന്നോണ്ട് റിപ്പീറ്റ് ചെയ്യും. കോസ് എക്സിന്റെ അതുപോലെ തന്നെ 2π കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യും. ഇവിടെയോ ടാൻ എക്സിന്റെ വരുമ്പോ ആഫ്റ്റർ എവരി ഇന്റർവൽ ഓഫ് പൈ കഴിയുമ്പോഴാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഓക്കെ, അതുപോലെ തന്നെ കൊസീക് എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അവിടെ ഒരു കാര്യമുണ്ട്, അതിന്റെ ഇവിടെ നോക്കിക്കേ, ഇൻഫിനിറ്റി വരുന്നത് പൈ പ്ലസ് ഓർ മൈനസ് പൈ, 0 പൈ 2π ഇതിനൊക്കെ എന്താണ്, ഇൻഫിനിറ്റി ആണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. കണ്ടോ, 0 പൈ 2π ഇതിനെല്ലാം നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് നമ്മള് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നോക്കിക്കേ, ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട്, സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും കോട്ടിന്റെയും ഒക്കെ റേഞ്ച് കൊടുത്തിട്ടുണ്ട്, ഡൊമൈനും കൊടുത്തിട്ടുണ്ട്. സൈനിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് 6 ആണ്, റേഞ്ച് എന്ന് പറയുന്നത് -1 to +1 ആണ്. കോസിന്റെ വരുമ്പോ 6. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഇത് ആ ഗ്രാഫിനകത്തു നിന്നും നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അല്ല ഗ്രാഫ് ഒന്നും പഠിച്ചു നോക്കേണ്ട ആവശ്യമില്ല, ഡൊമൈനും റേഞ്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കോസിന്റെ വരുന്നുണ്ട് റിയൽ നമ്പേഴ്സ്, റേഞ്ച് -1 to +1 വരും. ടാൻ വരുന്നുണ്ട്, ഡൊമൈൻ വരുമ്പോ റിയൽ നമ്പേഴ്സ് മൈനസ് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 ബിക്കോസ് ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്, ഇത് ഇൻഫിനിറ്റി ആണ് അവിടെ. അതുകൊണ്ട് നമുക്ക് അതങ്ങ് മൈനസ് ചെയ്ത് കളഞ്ഞിരിക്കുക. 2n + 1 π/2 മൈനസ് ചെയ്യുക. n belongs to z ആണ്. പിന്നെ റേഞ്ച് എന്ന് പറയുന്നത് ഏത് വാല്യൂവിനും അവിടെ ഇമേജസ് ഉണ്ട് കേട്ടോ. ഇനി കോട്ട് വരുന്നുണ്ട് എന്താണ്, r - nπ. nπയിൽ അവിടെ നോട്ട് ഡിഫൈൻഡ് ആണ്. nπ 1π 2π 3πയില് കോട്ടിന്റെ നോക്കിക്കേ 1π 2π കണ്ടോ, കോട്ട് വരുന്നുണ്ട് 1π 2π ഇതെല്ലാം ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, r നിന്നും nπ എന്ന് പറയുന്നത് മൈനസ് ചെയ്യണം. അതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ്. സീക്കിന്റെ വരുന്നുണ്ട് r - 2n + 1 π/2 അതും അതുപോലെ തന്നെയാണ്. എന്താ, ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 വരും. ഓക്കെ, അവിടെ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 ഇൻഫിനിറ്റി ആയതുകൊണ്ട് നമ്മൾ 2n + 1 π/2 എന്ന് കൊടുത്തു. കണ്ടോ, സീക്കിന്റെ ഗ്രാഫ് നോക്കിക്കേ, ഇവിടെ π/2 3π/2 ഇതെല്ലാം ഇൻഫിനിറ്റി ആണ്. അതൊന്നും അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇത് ഇൻഫിനിറ്റി ആയതുകൊണ്ട് നമ്മൾ റിയൽ നമ്പേഴ്സിനകത്തുനിന്ന് അതിനെ മൈനസ് ചെയ്യുന്നതാണ് നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ അവിടുത്തെ റേഞ്ച് നോക്കിക്കേ. അതുപോലെ കൊസീക്കും കൂടെ പറഞ്ഞിട്ട് റേഞ്ച് പറയാം. കൊസീക്ക് എന്ന് പറയുന്നത് r - nπ. കൊസീക്കിന്റെ ഗ്രാഫ് നോക്കിക്കേ, nπ കണ്ടോ, 0 + or - π 2π ഇതെല്ലാം ഇൻഫിനിറ്റി. ഇവിടെ nπയില് നോട്ട് ഡിഫൈൻഡ് ആണ്, നോട്ട് ഡിഫൈൻഡ് അറ്റ് nπ. അതുകൊണ്ട് റിയൽ നമ്പേഴ്സിൽ നിന്ന് നമ്മൾ nπ മൈനസ് ചെയ്ത് കളയണം. നോട്ട് ഡിഫൈൻഡ് അവിടെ നമുക്ക് ഇമേജസ് ഇല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെയോ അടുത്തത് ഇവിടെ ഇത് നോക്കിക്കേ, സീക്കിന്റെ റേഞ്ച് എന്ന് പറയുന്നത് r - -1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞത്? സീക്കിന്റെ ഗ്രാഫ് നോക്കിക്കേ, ഇവിടെ നമുക്ക് -1ലും 1ലും ഒരു മിനിറ്റ് മക്കളെ, -1ലും 1ലും എന്തില്ല, ഇമേജ്. അതിന്റെ ഇടയ്ക്ക് ബിറ്റ്വീൻ -1 and 1 1ലും -1ലും ഇമേജ് ഉണ്ട്. പക്ഷെ -1 മുതൽ 1 വരെയുള്ള പ്ലേസിൽ ഇമേജസ് ഇല്ല. കണ്ടോ, ഇതിന് രണ്ടിനും, കൊസീക്കിനും സീക്കിനും. അതുകൊണ്ടാണ് ഇവിടെ കൊസീക്കിനും സീക്കിനും ആറിൽ നിന്നും -1 സബ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കും. ക്ലിയർ ആയോ? അത്രയും ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. ആ ഗ്രാഫിനകത്തുനിന്ന് ഗ്രാഫ് നമ്മൾ കൂടുതലായിട്ട് അങ്ങ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക.
അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഡൊമൈനും റേഞ്ചും അറിയണം. സൈനിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂവും കൊടുക്കുക. എക്സ് കോർഡിനേറ്റ് ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ആണ് കേട്ടോ, എക്സ് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് വൈയും. ഓക്കെ, അപ്പോ എക്സ് ആക്സിസില് നമുക്ക് ഏത് റിയൽ നമ്പേഴ്സും കൊടുക്കാം. വൈ എന്ന് പറയുന്നത് -1 to 1 വരത്തുള്ളൂ സൈനില്. ഓക്കെ, കോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ സെയിം ആണ്. സൈനിനും കോസിനും സെയിം ആണ് ഡൊമൈനും റേഞ്ചും. ഇനി ടാൻ വരുന്നുണ്ട്, നമുക്ക് ഇത് മൂന്നും അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടോ. തൽക്കാലം നമ്മൾ ഇത് മൂന്നും വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ടാൻ എന്ന് പറയുമ്പോൾ r - 2n + 1 π/2. എന്തുകൊണ്ടാണ് 2n + 1 π/2 ചെയ്തെന്ന് മനസ്സിലായോ? അവിടെ π/2 നമുക്ക് ഇൻഫിനിറ്റി ആണ്, 3π/2 ഇൻഫിനിറ്റി ആണ് എന്ന് വെച്ചാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. നമുക്ക് ഇമേജസ് ഇല്ല ഇവിടെ. π/2 3π/2. അപ്പോ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 അവിടെ ഇമേജ് ഇല്ലാത്തത് കൊണ്ട് എന്ത് പറയാം, നമുക്ക് ആറിനകത്തുനിന്ന് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 മൈനസ് ചെയ്ത് ഓഡ് മൾട്ടിപ്പിൾസിനാണ് നമ്മൾ 2n + 1 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്നിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. n = 0 കൊടുക്കുന്നുണ്ട് π/2, 1 കൊടുക്കുന്നുണ്ട് 3π/2, അങ്ങനെ കിട്ടിക്കോളും. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? ക്ലിയർ ആയോ മക്കളെ? ഗ്രാഫിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായോ? ഡൊമൈനും റേഞ്ചും ഒക്കെ മനസ്സിലായോ? ആർക്കും അനക്കമൊന്നും ഇല്ലല്ലോ. ഗ്രാഫ് കൊണ്ട് പേടിച്ചു പോയോ? ടീച്ചറെ ടിക്കിട്ടിരിക്കുന്ന 3 ഭാഗം ഇതാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ആണ്. നമുക്കിപ്പോ +1 യൂസ് ഉള്ളത് ഇത് മൂന്നേ ഉള്ളൂ കേട്ടോ. ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മളിപ്പോ ഇനി ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ഈ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാല്, ഈ ഗ്രാഫ് കേട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊരു എന്താണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾ അത് ഓർത്തിട്ട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഗ്രാഫ് ഒന്നും വലിയ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമൊന്നും അല്ല. ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പക്ഷെ അതിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് മിസ് അത് ബ്രീഫായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പറയാം ഒന്നും കൂടി കേട്ടോ. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണല്ലോ. ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, 4 ക്വാഡ്രന്റ് ഉണ്ട്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ, ഈ 4 ക്വാഡ്രന്റില് നമ്മുടെ സൈനിനും കോസും ടാനും ഒക്കെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ? നമുക്കറിയാലോ, ഫസ്റ്റ് ക്വാഡ്രന്റില് എന്താണ്, എക്സ് കോർഡിനേറ്റും പോസിറ്റീവ് ആണ്, വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആണ്. ആണല്ലോ, അതെല്ലാവർക്കും അറിയാവോ? എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആണ് ഇവിടെ. സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോഴോ എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിസിലെ നെഗറ്റീവ് ആണ് വരുന്നത്. നെഗറ്റീവ് ഇവിടെ ഏതൊരു പോയിന്റ് എടുത്താലും എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും, വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും. ആണല്ലോ, ഇപ്പൊ -3, 2 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അത് സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും വരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇല്ലേ? ഇനി തേർഡ് ക്വാഡ്രന്റ് വരുന്നുണ്ടേ, രണ്ടും മൈനസ് ആയിരിക്കും. എന്ന് വെച്ചാൽ എക്സ് കോർഡിനേറ്റും മൈനസ് ആണ്, വൈ കോർഡിനേറ്റും മൈനസ്. ഫോർത്ത് ക്വാഡ്രന്റ് വരുന്നുണ്ട്, നിങ്ങൾ ഈ ഇത് നോക്കിയാൽ മതി. നമ്മൾ 0 റൈറ്റിലോട്ട് 1 2 3 ഇങ്ങനെയല്ലേ പോകുന്നത്. മുകളിലോട്ട് 1 2, അതൊന്നും എഴുതാത്തതാ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. ലെഫ്റ്റിലോട്ട് വരുമ്പോൾ -1 -2 ഇങ്ങനെ പോകും. താഴോട്ട് -1 -2 ഇങ്ങനെയാ പോകുന്നത് അല്ലേ? കൺഫ്യൂസ്ഡ് ആയോ? അപ്പോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിൽ മൈനസ് പ്ലസ് എന്ന് വരും. ഓക്കെ, തേർഡ് ക്വാഡ്രന്റിൽ രണ്ടും മൈനസ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റ് വരുമ്പോ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും, വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് അതൊന്നും അല്ല വേണ്ട, അത് വെച്ചിട്ട് സൈനിന്റെയും കോസിന്റെയും ഒക്കെ കാര്യങ്ങൾ അറിയണം, വേണ്ടേ? അപ്പോ നമ്മളൊരു ജനറൽ പോയിന്റ് എടുത്തായിരുന്നല്ലോ. ജനറൽ പോയിന്റ് ഏതായിരുന്നു? കോസ് എക്സ് സൈൻ എക്സ്. നമ്മുടെ എയും ബി എന്ന് പറയുന്നത് കോസ് എക്സും സൈൻ എക്സും ആണ്. അതായത് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് കോസ് എക്സ്, വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്.
അപ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു, മീൻസ് പ്ലസ് പ്ലസ് ആണ് വരുന്നത്. അപ്പൊ കോസ് എക്സ് പോസിറ്റീവ് ആണ്, സൈൻ എക്സും എന്താണ് പോസിറ്റീവ് ആണ്. കോസ് എക്സ് പോസിറ്റീവ് ആണ്, സൈൻ എക്സും പോസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ടാൻ എക്സ് ഈസ് ഓൾസോ പോസിറ്റീവ് ആണല്ലോ. സൈൻ എക്സും കോസ് എക്സും പോസിറ്റീവ് ആണ്, സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞ ടാനും പോസിറ്റീവ് ആണ്. പിന്നെ അതിന്റെ റെസിപ്രോക്കൽ എല്ലാം എടുത്താലും എന്ത് തന്നെയാണ്, പോസിറ്റീവ് ആണ്. അപ്പോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസും പോസിറ്റീവ് ആണ്. ഓൾ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആർ പോസിറ്റീവ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ വെച്ചിട്ടാണ് കേട്ടോ. ഫസ്റ്റ് ക്വാഡ്രന്റില് എല്ലാ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസും പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വാഡ്രന്റ് നോക്കാം. നമ്മുടെ ജനറൽ പോയിന്റ് കോസ് എക്സ് സൈൻ എക്സും ആണ്, ഓർത്തോണം. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ക്വാഡ്രന്റിലെ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആണെന്ന് അറിയാം നമുക്ക്, വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആണ് അല്ലേ. നമ്മുടെ എക്സ് കോർഡിനേറ്റ് ഏതാ ഇവിടുത്തെ? കോസ് എക്സ് ആണോ? അപ്പൊ കോസ് എക്സ് നെഗറ്റീവും സൈൻ എക്സ് എന്താണ്? പോസിറ്റീവ് ആണ്. ഇവിടെ സൈൻ എക്സ് പോസിറ്റീവ് ആണ്, സൈൻ എക്സ് പോസിറ്റീവ് ആണ്. കോസ് എക്സ് എന്താണ്? നെഗറ്റീവ് ആണ്. നമ്മുടെ ജനറൽ പോയിന്റ് എടുത്തിട്ടാണ് നമ്മൾ കളിക്കുന്നത് കേട്ടോ. നമ്മൾ ജനറൽ പോയിന്റ് പറഞ്ഞായിരുന്നു കോസ് എക്സ് സൈൻ എക്സ്, തിരിഞ്ഞു പോകരുത്. എ എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്, ബി എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്വാർട്ടറിലെ ഏത് പോയിന്റ് എടുത്താലും അവിടെ രണ്ട് പോസിറ്റീവ് ആയതുകൊണ്ട് കോസ് എക്സും പോസിറ്റീവാ, സൈൻ എക്സും പോസിറ്റീവാ. നമ്മൾ എടുത്ത പോയിന്റ് എ ബി ആണ്. അപ്പൊ കോസ് എക്സ് സൈൻ എക്സും പോസിറ്റീവ് ആയതുകൊണ്ട് ഏത് പോയിന്റ് എടുത്താലും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് ക്വാഡ്രന്റ് വന്നപ്പോ ആ എക്സ് കോർഡിനേറ്റ് അവിടെ നെഗറ്റീവ് ആണ്, വൈ കോർഡിനേറ്റ് പോസിറ്റീവാ. നമ്മുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് കോസ് എക്സ് ആ. നമ്മുടെ എക്സ് കോർഡിനേറ്റ് ഏതാണ്? കോസ് എക്സ് ആണ്. അപ്പൊ കോസ് എക്സ് നെഗറ്റീവ് ആണ്, സൈൻ എക്സ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, ഇവിടെ സൈൻ എക്സ് പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റില് സൈൻ എക്സ് പോസിറ്റീവ് ആണ്. കോസ് എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാൻ നെഗറ്റീവ് ആവും. ബിക്കോസ് സൈൻ ബൈ കോസ് വരുമ്പോ ഒരു നെഗറ്റീവ് വരത്തില്ലേ? ആണല്ലോ, ടാൻ നെഗറ്റീവ് വന്നു. കോസ് നെഗറ്റീവ് ആയതുകൊണ്ട് അതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നുണ്ടെ സീക്ക് നെഗറ്റീവ് ആകും. ടാൻ നെഗറ്റീവ് ആയതുകൊണ്ട് അതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നുണ്ടെ കോട്ട് നെഗറ്റീവ് ആയി. അപ്പൊ ഇവിടെ സൈൻ എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോ കോസിക് എന്താണ്? അപ്പോ ഇവിടെ രണ്ടെണ്ണം മാത്രമേ പോസിറ്റീവ് ആയിട്ട് വരത്തുള്ളൂ. സൈൻ എക്സ് ആൻഡ് കൊസീക് എക്സ് ആർ പോസിറ്റീവ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റില് എന്താണ്? ഓൾ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആർ പോസിറ്റീവ്. എല്ലാം പോസിറ്റീവാ, സൈനും കോസും ടാനും പോസിറ്റീവ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എത്ര മുതൽ എവിടെ വരെ വരുന്നത്? 0 to π/2, 0 to π/2 അല്ലേ? 0 മുതൽ π/2 വരെ വരും. അതായത് ഇപ്പൊ സൈൻ 35 ഡിഗ്രി എന്ന് പറയുന്നതിന്റെ സൈൻ എന്ന് പറയുന്നത്, സൈൻ 35 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സൈൻ 35 ഡിഗ്രി എന്താണെന്നൊന്നും അറിയത്തില്ല, അറിയേണ്ട ആവശ്യമില്ല. അതിന്റെ സൈൻ എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് പോസിറ്റീവ്. ബിക്കോസ് സൈൻ 35 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് കോഡ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്. സൈൻ 35 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. ഏത് ചോദിച്ചാലും കോട്ട് 60 ഡിഗ്രി അല്ലെ കോട്ട് 65, 70 ഏത് വന്നാലും എന്താണ്? പോസിറ്റീവ് ആണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 90+ ആണ് അല്ലെ? ഇവിടെ π/2 പ്ലസ് എക്സ് ആണ് വരുന്നത്. π/2 പ്ലസ് എത്രയാണോ ആംഗിൾ അതാണ് വരുന്നത്, 90+. ഇപ്പൊ 120 ആണെന്ന് വിചാരിച്ചോ. സൈൻ 120യുടെ 120 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. ബിക്കോസ് 90+ വരുന്നുണ്ട്. എന്താണ്? അതായത് സൈൻ 120 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം അത് എവിടെയാ വരുന്നത്? അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താണ്? സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. വാല്യൂ അല്ല ചോദിച്ചത്, അതിന്റെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ക്ലിയർ ആയോ? അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസിക്കും മാത്രമേ
പോസിറ്റീവ് ആകത്തുള്ളൂ. ഇനി നമുക്ക് തേർഡ് ക്വാഡ്രന്റിലേക്ക് പോകാം. തേർഡ് ക്വാഡ്രന്റിൽ രണ്ടും നെഗറ്റീവ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. രണ്ടും നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സൈനും നെഗറ്റീവ് ആണ്, കോസും നെഗറ്റീവ് ആണ്. അപ്പൊ സൈൻ നെഗറ്റീവ് ആണ്, കോസും നെഗറ്റീവ് ആണെങ്കിൽ ടാൻ അവിടെ പോസിറ്റീവ് ആകും. ബിക്കോസ് നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ് ആകും അല്ലേ? അപ്പൊ ഇവിടെ ഏതാണ് പോസിറ്റീവ് ആയിട്ട് വരുന്നത്? ടാൻ പോസിറ്റീവ് ആണ്. ടാനിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് കോട്ടും എന്താണ്? പോസിറ്റീവ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലായോ മക്കളെ? തേർഡ് ക്വാഡ്രന്റില് ടാനും അതിന്റെ റെസിപ്രോക്കലും ആണ്. ക്ലിയർ ആയോ? ആരും പറഞ്ഞ് ഓക്കെ ഓക്കെ, മനസ്സിലായെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, യെസ്, അത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഇപ്പൊ മനസ്സിലായല്ലോ, ടാനും കോട്ടും മാത്രമേ ഉള്ളൂ അവിടെ പോസിറ്റീവ് ആയിട്ട്. ടാൻ പോസിറ്റീവ് ആയതുകൊണ്ട് കോട്ട് പോസിറ്റീവാ, സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് കോസിറ്റീവ്. ഓക്കെ ഓക്കെ ഓക്കെ, കോസിക്ക് സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് കൊസിക്ക് നെഗറ്റീവ് ആണ്, കോസ് നെഗറ്റീവ് ആയതുകൊണ്ട് സീക്ക് നെഗറ്റീവ് ആണ്. ക്ലിയർ ആണല്ലോ? ദെൻ അടുത്ത് നമുക്ക് ലാസ്റ്റ് ക്വാഡ്രന്റിലേക്ക് പോകാം. ഫോർത്ത് ക്വാഡ്രന്റില് എന്താണ്? എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, വൈ കോർഡിനേറ്റ് ആണ് അവിടെ നെഗറ്റീവ്. നമ്മുടെ എക്സ് കോർഡിനേറ്റ് കോസ് എക്സ് ആണ്, അവിടെ കോസ് എക്സ് പോസിറ്റീവ് ആണ്, കോസ് എക്സ് പോസിറ്റീവ് ആണ്. സൈൻ എക്സ് എന്ന് പറയുന്നതോ നെഗറ്റീവ് ആണ്. കണ്ടോ, നമ്മുടെ ജനറൽ പോയിന്റ് കോസ് എക്സ് സൈൻ എക്സ് ആ. അപ്പൊ രണ്ടാമത്തേത് നെഗറ്റീവ് ആണ്. കോസ് എക്സ് പോസിറ്റീവ് ആണ്, സൈൻ എക്സ് നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ടാൻ എക്സ് ഈസ് നെഗറ്റീവ്. ഒരു പ്ലസും ഒരു മൈനസും ആയതുകൊണ്ട് ടാനും നെഗറ്റീവ് ആയിരിക്കും വരുന്നത് അല്ലേ? അപ്പൊ ടാനിന്റെ റെസിപ്രോക്കൽ എടുത്താൽ അത് നെഗറ്റീവ് ആയിരിക്കും. സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോ ഫോർത്ത് ക്വാഡ്രന്റിലെ കോസ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, അതിന്റെ റെസിപ്രോക്കല് എന്താണ്? കോസിന്റെ റെസിപ്രോക്കല് സീക്ക് എന്ന് പറയുന്നതും, കോസ് എക്സ് എടുക്കണ്ട, ഞാൻ എക്സ് എന്നൊരു ആംഗിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സീക്ക് എക്സ് എന്ന് പറയുന്നതും എന്താണ്? എക്സ് കൊടുത്തേക്ക് ആംഗിൾ വെച്ചിട്ട് പറയുന്നതല്ലേ. അപ്പൊ സീക്ക് എക്സും കോസ് എക്സും എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഇത് പഠിക്കാനും വേണ്ടിയിട്ട് അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ ആർ പോസിറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ all are positive. Second quadrantil sign and its reciprocal is positive. Third quadrantil tan and its reciprocal is positive. Fourth quadrantil cos and its reciprocal is positive. കണ്ടോ, നമ്മൾ ASTC എന്ന് മനസ്സിൽ ഇങ്ങനെ വെച്ചേക്കണം. ASTC അല്ലെങ്കിൽ ഓൾ സിൽവർ ടീ കപ്സ് എന്നൊക്കെ പറയും നമ്മൾ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാക്കാനും വേണ്ടി എന്തെങ്കിലുമൊക്കെ കോഡൊക്കെ കൊടുക്കാമെങ്കിൽ ഓൾ സിൽവർ ടീ കപ്സ് എന്നൊക്കെ പറയും. ഓൾ സിൽവർ ടീ കപ്സ് അത് മനസ്സിലാക്കണമെങ്കിൽ ASTC എന്ന് പഠിച്ചാൽ മതി. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ ആർ പോസിറ്റീവ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. എല്ലാ ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞല്ലോ. എല്ലാ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസും എന്താണ്? പോസിറ്റീവ് ആണ് ഫസ്റ്റ് ക്വാഡ്രന്റ് വരുമ്പോ. ഫസ്റ്റ് ക്വാഡ്രന്റില് എല്ലാ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസും പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ, എസ് എന്ന് പറയുമ്പോൾ സൈൻ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ്, അതറിഞ്ഞിരിക്കണം റെസിപ്രോക്കൽ എന്താണെന്ന് കേട്ടോ. സൈനിന്റെ റെസിപ്രോക്കൽ കൊസീക്ക് ആണ്, സൈനും കൊസീക്കും പോസിറ്റീവ് ആണ്. ദെൻ തേർഡ് ക്വാഡ്രന്റ് വരുന്നുണ്ട് ടാനും കോട്ടും ആണ് പോസിറ്റീവ്. ടാൻ എന്ന് പറയുന്നത് AST, ടി എന്ന് പറയുമ്പോൾ ടാൻ, ടാനും കോട്ടും. ഫോർത്ത് ക്വാഡ്രന്റ് വരുമ്പോ കോസും സീക്കും. ഇത് നിങ്ങൾ പഠിച്ചിട്ട് ഈ ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും ഇത് മനസ്സിലാക്കി വെക്കണം. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏതൊക്കെയാണ് പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ ഏതൊക്കെയാണ് പോസിറ്റീവ്, തേർഡ് ക്വാഡ്രന്റിൽ ഏതൊക്കെയാണ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്? പറഞ്ഞു. ഇതെങ്ങനെയാണ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇതിന് ചോദിക്കുന്നത്? ചോദിക്കും, നമ്മളിപ്പോ ചെയ്യാൻ പോവാ, ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാ കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് കാര്യം മനസ്സിലാക്കണ്ടേ? ഓക്കെ,
ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഈ ഇവിടെ വരുന്നുണ്ടേ ഏതൊക്കെ ആംഗിൾ വരുന്നത്? 0 വരും, 2π, അതായത് ഒരു പ്രാവശ്യം. ഓക്കെ ഓക്കെ, 0, 2π, 4π, 6π, 8π ഇങ്ങനെയാ വരുന്നത്. ഈ ഒരു റൊട്ടേഷൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ 0യിൽ തുടങ്ങി ഇവിടെ വീണ്ടും വരുന്നുണ്ട് അത് 2π. ജസ്റ്റ് നിങ്ങളൊന്നും മനസ്സിലാക്കി വെക്കാനും വേണ്ടി മിസ് പറഞ്ഞു, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് 0 അല്ലേ, 0 കഴിഞ്ഞിട്ട് ഇവിടെ വരെ വരുമ്പോഴത്തേക്കിന് അത് 2π ആകും. വീണ്ടും കറങ്ങിയിട്ട് ഇവിടെ വരെ വരുമ്പോഴത്തേക്കിന് അത് 4π ആയി. കണ്ടോ, അത് 8π ഇങ്ങനെ വരും. ഇനി ഇവിടുന്ന് 0യിൽ നിന്ന് ഇവിടെ വരെ വരുമ്പോഴത്തേക്കിന് പൈ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വരുന്നുണ്ട് 2π, ഇങ്ങനെ വരുന്നുണ്ട് 3π, വീണ്ടും ഇവിടെ വരെ വരുന്നുണ്ട് 5π, അങ്ങനെ പോകും കേട്ടോ. പിന്നെ ആഫ്റ്റർ 1 റൊട്ടേഷൻ, 2 റൊട്ടേഷൻ, 3 റൊട്ടേഷൻ വരുമ്പോൾ ആംഗിൾസ് ആണ് വരുന്നത്. π/2, 5π/2, 9π/2 ഇങ്ങനെ പോകും. ഇവിടെ വരുന്നുണ്ട് 3π/2 എന്ന് വെച്ചാൽ ആംഗിള് മനസ്സിലായ കാര്യങ്ങള്. ഇപ്പൊ ഇവിടുന്ന് ഇവിടെ വരെ പോയി വീണ്ടും റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ വരെ പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് വരും. അതാണ് 3π എന്ന് പറഞ്ഞിരിക്കുന്നത്. പൈ ഇവിടെ വരെ വരുമ്പോൾ പൈ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വരുമ്പോൾ 2π, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വരുമ്പോൾ 3π. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 3π/2, 7π/2, 11π/2 ഇങ്ങനെ വരും. അതിനെ നമ്മള് ജനറൽ ആയിട്ട് ഇവിടെ 2nπ എന്ന് പറയും. എന്നിന് 1, 2, 3 കൊടുക്കുന്നുണ്ട്. 0, 2π, 4π, 6π, 8π എന്ന് കിട്ടും. 2nπ എന്ന് നമുക്ക് പറയാം കേട്ടോ. ഇനി പൈ, 3π, 5π വരുന്നുണ്ട്. 2n+1π എന്ന് പറയാം. ഇവിടെ 4n+1π/2 എന്നാണ് ഇതിനെ ജനറലൈസ് ചെയ്ത് പറയുന്നത് കേട്ടോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും നിങ്ങൾ എന്നിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഇത് തന്നെ കിട്ടും. ഇവിടുത്തെ ആംഗിൾസ് ഏതാണെന്ന് അറിയാനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു ക്വാഡ്രന്റ് വരുന്നു മീൻസ് ഈ എക്സ് കോർഡിനേറ്റ് അല്ലെ വൈ കോർഡിനേറ്റ് തിരിച്ചിരിക്കുന്നത് ഈ ഇവിടെ വരെ വരുമ്പോൾ, അങ്ങനെ റൊട്ടേഷൻസ് വരുമ്പോൾ എത്രയാണ് ആംഗിൾസ് വരുന്നത് എന്നുള്ള ഒരു ജസ്റ്റ് ഒരു ഇത് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചതിനകത്തുനിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ മിസ് സമ്മറൈസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓൾ ഇതും കൂടെ പഠിച്ചിരിക്കണം. ഓൾ ആർ പോസിറ്റീവ്, പിന്നെ സൈൻ ആൻഡ് കൊസീക്ക് പോസിറ്റീവ്, ടാൻ ആൻഡ് കോട്ട് പോസിറ്റീവ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇനി ടാൻ ആൻഡ് കോട്ട് പോസിറ്റീവ്, ഇവിടെ വരുമ്പോ കോസ് ആൻഡ് സീക്ക് പോസിറ്റീവ്. ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ ഗ്രാഫ് വെച്ചിട്ട് പറഞ്ഞില്ലായിരുന്നോ, സൈൻ nπ = 0. ഗ്രാഫിനകത്തൂടെ പറഞ്ഞ ഒരു കാര്യമായിരുന്നല്ലോ. സൈൻ nπ = 0, സൈൻ 1π, സൈൻ 2, സൈൻ 0 0, സൈൻ π = 0, സൈൻ 2π = 0, സൈൻ 3π = 0 എന്ന് പറഞ്ഞില്ലേ. അതിനെ നമുക്ക് സമ്മറൈസ് ചെയ്തിട്ട് സൈൻ nπ = 0 എന്ന് പറയാം. അതുപോലെ കോസ് 2n+1π/2 = 0. കോസിന്റെ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 എന്ന് പറയുന്നത് 0 ആണ്. കണ്ടോ, അതാണ് മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ടാൻ nπ എന്ന് പറയുന്നത് 0 ആണ്. ടാനിന്റെ ഏതൊക്കെ വാല്യൂസിനാണ്? 1π, 2π, 3π ഇതെല്ലാം 0 ആണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് ഇതാ, ഈ ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. സൈൻ 2nπ + x = സൈൻ x. അതായത് സൈനിന്റെ സൈൻ 360 + x എന്ന് പറഞ്ഞാൽ 360 പ്ലസ് ഒരു ആംഗിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈൻ ആ ആംഗിൾ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. സൈൻ 360 പ്ലസ് സൈൻ 360 + 60, അപ്പൊ സൈൻ 60 എന്ന് കിട്ടും. സൈൻ 360 + 30 ആണെങ്കിൽ സൈൻ 30 എന്ന് കിട്ടും. ഓക്കെ. ഇനി അതുപോലെ തന്നെ കോസും അതുപോലെ തന്നെയാ. കോസ് 360, 2nπ എന്ന് പറഞ്ഞാൽ 360 ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. 360യുടെ മൾട്ടിപ്പിൾസ് 360 അല്ലെങ്കിൽ 360യുടെ മൾട്ടിപ്പിൾസ് 360 + x = അതിന്റെ മൾട്ടിപ്പിൾസ് കേട്ടോ. മൾട്ടിപ്പിൾസ് ഓഫ് 360 + x = cos x തന്നെ ആയിരിക്കും. പിന്നെ ടാനിന്റെ വരുന്ന ഉടനെ ടാൻ 180 + x വരുമ്പോഴാണ് ടാൻ x കിട്ടുന്നത്. ടാൻ 180 + x എന്ന് പറയുന്നതാണ് ടാൻ x കിട്ടുന്നത്. അത് നിങ്ങൾ ഇതിപ്പം റേഡിയനിൽ കൊടുത്തിരിക്കുന്നതാണ്, ഇവിടെ ഡിഗ്രിയിൽ കൊടുത്തത്. ഡിഗ്രിയിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ടാനിന്റെ സൈനും കോസിന്റെയും 360യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സെയിം ഫംഗ്ഷൻ തന്നെ ആയിരിക്കും വരുന്നത്. ടാനിന്റെ വരുന്നുണ്ട് 180 + വരുന്നുണ്ട്, നമുക്ക് എന്താണ് കിട്ടുന്നത്? സെയിം ഫംഗ്ഷൻ ആണ് വരുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ.
അപ്പോ ടെറി ചോദിച്ചില്ലായിരുന്നോ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. Sin x is equal to 3/5. X lies in the second quadrant. Okay. Sin x is equal to 3/5 എന്ന് തന്നിട്ടുണ്ട്. X lies in the second quadrant. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് നമുക്ക് അവര് പറയും ഏത് ക്വാഡ്രന്റ് ആണ്. നമ്മൾ അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഓള്, സൈന്, ടാന്, കോസ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോ sin x is equal to 3/5 എന്ന് തന്നിട്ടുണ്ട്. X lies in the second quadrant. സെക്കൻഡ് ക്വാഡ്രന്റ് നോക്കിക്കേ. സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്തൊക്കെയാണ് പോസിറ്റീവ് ആയിട്ട് വരുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റില് സൈനും കൊസീക്കും ആണ് പോസിറ്റീവ്. അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് അവർ പറഞ്ഞിരിക്കുക ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് അതർ 5 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. ബാക്കി 5 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. എക്സ് എന്ന് പറയുന്ന ആംഗിള് സെക്കൻഡ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ട് ടെറിക്ക് മനസ്സിലായോ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങള്? സൈനും കോസീക്കും മാത്രമാണ് അവിടെ എന്തായിട്ട് വരുന്നത്? പോസിറ്റീവ് ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാ ആൻസറും നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാ കിട്ടിയെന്ന്. ഇത് 2 മെത്തേഡ് ചെയ്യാം. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 2 മെത്തേഡും ചെയ്യും, സെക്കൻഡ് ക്വസ്റ്റ്യൻ മുതൽ ഒരു മെത്തേഡ് ചെയ്യും. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ മെത്തേഡ് ആദ്യം ചെയ്യാം. sin x is equal to 3/5 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം sin x is equal to 3/5 ആയതുകൊണ്ട് അടുത്ത ഒരു ഫംഗ്ഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഏതാ? അതിന്റെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ നമുക്കറിയാം. cosec x is equal to അതിന്റെ റെസിപ്രോക്കലാ 5/3. സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് സൈനും കൊസീക്കും പോസിറ്റീവ് ആണ്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇവിടെ തന്നിട്ടില്ല, പക്ഷെ കണ്ടുപിടിക്കണം. അപ്പോ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. sin square x plus cos square x is equal to 1. മിസ് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണ്. sin square x plus cos square x is equal to 1 എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ sin square x ന് പകരം നമ്മൾ sin square x എന്ന് പറഞ്ഞ ഒരു കാര്യം ഓർത്തോണം. sin square x is same as sin x the whole square. അതും മിസ് പറഞ്ഞതാ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 3/5 the whole square എന്ന് എഴുതാം. സൈൻ സ്ക്വയറിന്റെ എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. sin x 3/5 ആയതുകൊണ്ട് sin square x എന്ന് പറഞ്ഞാൽ 3/5 the whole square plus cos square x is equal to 1 ആണല്ലോ. 3/5 the whole square എന്ന് പറഞ്ഞാൽ എത്രയാ? 9/25. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ ചോദിക്കണേ. പ്ലസ് cos square x is equal, ശ്രദ്ധിച്ചിരിക്കണേ, is equal to 1 എന്ന് എഴുതാം. ഇനി നമുക്ക് cos x അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ cos square x is equal to എന്ത് ചെയ്യാം? ഈ 9/25 റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. 1 മൈനസ് പ്ലസ് 9/25 ആണ്, റൈറ്റിലോട്ട് പോകുന്നുണ്ട് മൈനസ് 9/25 ആകും. 1 മൈനസ് 9/25 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ LCM എടുക്കണം. LCM എടുക്കാനൊക്കെ അറിയാമല്ലോ. 25 ആണ് ഇവിടുത്തെ LCM വരുന്നത് അല്ലെ. ഇവിടെ നമുക്ക് 1/1 എന്നൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. 25 മൈനസ് 9 ഹോൾ ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. ഓക്കെ, cos square x is equal to എന്താ വരുന്നത്? 25 മൈനസ് 9 ഡിവൈഡഡ് ബൈ 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 ഡിവൈഡഡ് ബൈ 25. cos square x ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? cos x ആണ്. cos x വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ sin square x plus cos square x എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. cos square x is equal to √1 minus sin square x ആണ്. അപ്പൊ cos x is equal to √1 minus sin square x എന്ന് ഡയറക്റ്റ് എഴുതി ചെയ്താലും മതി കേട്ടോ. അപ്പോ cos x is equal to ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കിയൊക്കെ ഇച്ചിരി കൂടെ പ്രയാസമുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയത് ഇങ്ങനെയാണ്. √16/25 എന്ന് വെച്ചാൽ √16/25 എന്ന് പറഞ്ഞാൽ 4/5 ആണ്. നമുക്ക് പ്ലസ് ഓർ മൈനസ് 4/5 ഉണ്ട്. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് 4/5 ആകാം, മൈനസ് 4/5 ആകാം. ഇവിടെ നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് cos x is equal to എന്തേ വരത്തുള്ളൂ?
നമുക്ക് പ്ലസ് ഓർ മൈനസ് 4/5 എന്ന് എഴുതി വെക്കാൻ പറ്റത്തില്ല. സിൻസ് ഇറ്റ് ഈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്, cos x is equal to -4/5. റീസൺ എന്താണ്? x lies in the second quadrant. സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നെഗറ്റീവ്. അത് അവിടൊക്കെയാണ് ഏറ്റവും നമ്മൾ ഇപ്പൊ ASTC പഠിച്ചതിന്റെ ആപ്ലിക്കേഷൻ ഇവിടെയാണ് വരുന്നത്. ഇവിടെ cos x ന്റെ വാല്യൂ നമുക്ക് പ്ലസ് ഓർ മൈനസ് 4/5 കിട്ടി. പക്ഷേ നമുക്ക് പ്ലസ് 4/5 എടുക്കാൻ പറ്റില്ല. ബിക്കോസ് cos x lies in the second quadrant. സെക്കൻഡ് ക്വാഡ്രന്റില് cos x നെഗറ്റീവ് ആണ്. cos x ന്റെ വാല്യൂ കിട്ടി. സോ നമുക്ക് എന്ത് എഴുതാം? ഇനി cos x ന്റെ റെസിപ്രോക്കൽ എഴുതാം. sec x is equal to മൈനസ് എവിടെ എഴുതിയാലും ഒരുപോലെ തന്നെയാ, 5/4 എന്ന് എഴുതാം. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് tan x ആണ്. tan x ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? sin x by cos x ആണ്. sin x ഉം cos x ഉം നമുക്ക് കിട്ടി. സോ sin x by cos x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? sin x എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 3/5 ആണ്. ഡിവൈഡഡ് ബൈ cos x ന്റെ വാല്യൂ ഇപ്പൊ കിട്ടി -4/5 എന്നാണ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? sin x by cos x ആണ് tan x. That is 3/5 by -4/5. That is equal to 3/5 into ഫ്രാക്ഷൻ വരുന്നുണ്ട് എന്ത് ചെയ്യും? നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യും. 5/-4 അല്ലെങ്കിൽ -5/4. മൈനസ് എവിടെ വന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. -5/4. അപ്പൊ എന്ത് പറ്റും? 5 അല്ലെ തന്നെ ഇവിടെ വെച്ച് തന്നെ 5 ക്യാൻസൽ ചെയ്തൊക്കെ കളയാം കേട്ടോ. അങ്ങനെ ചെയ്താലും മതി, നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു -3/4 എന്ന് കിട്ടി. ഒരു മൈനസ് ഉണ്ടല്ലോ. tan x കിട്ടിയത് കൊണ്ട് നമുക്ക് cot x എന്ന് പറയുന്നത് എന്താണ്? is equal to again അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, -4/3. ക്ലിയർ ആയോ? ദിസ് ഈസ് ദ ഫസ്റ്റ് മെത്തേഡ്. പക്ഷെ ഞാൻ ഇച്ചിരി കൂടെ എളുപ്പമുള്ള ഒരു മെത്തേഡാണ് നിങ്ങളെ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഏത് വേണേ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്താണ് ഇവിടെ എന്താ ചെയ്തത്? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നമുക്ക് sin x എന്ന് പറയുന്നത് ഡൗട്ട് ഉണ്ടോ? മിസ്, ഇത് ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലേ? ഒരു വേറെ മെത്തേഡ് ആയിട്ട്. മിസ് അതാ ചെയ്യാൻ പോകുന്നത് ഇനി സെക്കൻഡ് മെത്തേഡ്. അതല്ല ഇതിനേക്കാൾ കുറച്ച് എളുപ്പം. ആണോ പക്ഷെ ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ ഇതാ ചെയ്തിരിക്കുന്നത്. മിസ് ഇനി അത് പറഞ്ഞാന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കത്തില്ലേ ആണ്ടയോ മിസ് അത് പറഞ്ഞാന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ രണ്ട് മെത്തേഡ് പഠിപ്പിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഇത് sin x is equal to 3/5 ആണ്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ x lies in the second quadrant ആയതുകൊണ്ട് എല്ലാ ക്വസ്റ്റിനകത്തും ഇങ്ങനെ തരും. അപ്പൊ അത് ഏത് ക്വാഡ്രന്റിലാണ്, ആ ക്വാഡ്രന്റില് ഏതൊക്കെയാണ് പോസിറ്റീവ് എന്ന് മാത്രം നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് അത് പോസിറ്റീവ് കൊടുക്കുക, ബാക്കിക്കെല്ലാം നെഗറ്റീവ് കൊടുക്കും. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ ഇവിടെ sin square x plus cos square x is equal to 1 കൊടുത്തു. sin x ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. cos x ന്റെ വാല്യൂ കിട്ടി. അപ്പൊ സൈൻ തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് റെസിപ്രോക്കൽ, ഏത് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത് അതിന്റെ റെസിപ്രോക്കൽ ആദ്യം അങ്ങ് എഴുതിക്കോണം. ഓക്കെ, പിന്നെ സൈൻ കോസ് കിട്ടി, കോസിന്റെ റെസിപ്രോക്കൽ എഴുതി, സൈനും കോസും ഉള്ളത് കൊണ്ട് ടാൻ കിട്ടി. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് മെത്തേഡ്. ആൻഡ് പക്ഷെ ഞാന് സെക്കൻഡ് മെത്തേഡ് അതൊന്നും കൂടെ ഈസിയാണ്. നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? sin x is equal to 3/5 അല്ലേ ക്വസ്റ്റ്യൻ? sin x is equal to 3/5. നിങ്ങൾക്ക് ഏത് മെത്തേഡ് ചെയ്തു എന്നൊന്നും ആരും ചോദിക്കത്തില്ല. പക്ഷെ രണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. ഇപ്പൊ സ്കൂളിൽ സപ്പോസ് മറ്റേതാണ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവാതിരിക്കരുത്. അതുകൊണ്ട് മിസ് പറഞ്ഞ. ഇനി sin x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദിസ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ ഇത് വരച്ചു വെച്ചേക്കണം, ASTC. ബിക്കോസ് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, സൈൻ ആണ് ഇവിടെ പോസിറ്റീവ്, സൈനും കൊസീക്കും എന്ന് എഴുതി വെച്ചോണം. ഓക്കെ, അത് തെറ്റിപ്പോകരുത്. ദെൻ നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു അല്ലെ? റൈറ്റ് ട്രയാങ്കിളിന്റെ കേസ് ആണല്ലോ ഇവിടെ പറയുന്നത്.
സൈൻ എക്സ് എ ബി സി കൊടുത്തു, പേരെന്തെങ്കിലും കൊടുക്കാം. എക്സ് എന്ന് പറയുന്ന അക്യൂട്ട് ആംഗിൾ ആണ്, 90 ഡിഗ്രി ആയിട്ട് എടുക്കരുത്, ഇത് എക്സ് എടുക്കാൻ പറ്റത്തില്ല, 90 ഡിഗ്രി. അപ്പൊ അത് എയോ സിയോ എക്സ് ആയിട്ട് എടുത്തു. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, ഈ ആംഗിളിന്റെ നമ്മൾ ഏതാണോ അക്യൂട്ട് ആംഗിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് 3. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 5 ആണ്. നമുക്ക് അല്ലാതെ തന്നെ അറിയാവുന്നതാണ്, 3, 4, 5 ആണ് വരുന്നത് അല്ലേ. അത് നോക്കേണ്ട ആവശ്യമില്ല. ഹൈപ്പോട്ടന്യൂസും ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്, നമുക്ക് ബേസും ഉണ്ട് ഹൈപ്പോട്ടന്യൂസും ഉണ്ട്. എ ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനാണെങ്കിൽ മാത്രം നമ്മൾ പ്ലസ് ചെയ്യും. ബേസോ ഓൾട്ടിറ്റ്യൂഡോ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്, കാരണം ഹൈപ്പോട്ടന്യൂസ് ഇസ് ദ ലോങ്സ്റ്റ് സൈഡ് അല്ലേ. അപ്പൊ ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ചെയ്യണം. ഈ ലെസൺ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ എപ്പോഴും നിങ്ങൾ എഞ്ചിനീയറിങ്ങിനൊക്കെ പോയാൽ ഈ ട്രിഗ്നോമെട്രി എന്ന് പറയുന്നതിനെ വിട്ട് കളിക്കാനേ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കുറച്ച് ഈ ഗ്രാഫും ഒക്കെ വരുന്നതാണ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷെ അതൊന്നും ഓർക്കണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് അതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ആകെ റേഡിയൻ മെഷറും ഡിഗ്രി മെഷറിനെ പഠിച്ചു, L = r തീറ്റ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു, പിന്നെ ഉള്ളത് ഇതാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എക്സാമിന് മാർക്ക് കിട്ടാൻ ഇതൊക്കെ പഠിച്ചാൽ മതി. ഓക്കെ, അതല്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നത്, നമുക്ക് കാര്യങ്ങൾ അറിയണ്ടേ. അപ്പൊ എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 25 മൈനസ് 9. അപ്പൊ എ ബി ഇസ് ഈക്വൽ ടു 16 വരും. എ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 ആണ് വരുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. റൂട്ട് 16 ഇസ് ഈക്വൽ ടു 4. ഓക്കെ, പ്ലസ് ഓർ മൈനസ് 4 ഒക്കെ വരും. നമ്മൾ അതൊന്നും നോക്കണ്ട, ഇവിടെ 4 ആണ്, ലെങ്ത് അല്ലേ വന്നിരിക്കുന്നത്. എ ബി ഇസ് ഈക്വൽ ടു 4 ആണ്. ഓക്കെ, ഇവിടെ പോസിറ്റീവ് വന്നിരിക്കുന്നത് കൊണ്ട് അവിടെ ഒരു തെറ്റാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ പോസിറ്റീവാ നമുക്ക് എല്ലാം കിട്ടിയിരിക്കുന്നത്. സൈൻ എക്സ് കിട്ടി, ദെൻ നമ്മൾ എന്താ അടുത്തത് എഴുതി? കൊസീക് എക്സ് എഴുതി. കൊസീക് എക്സ് ഇസ് ഈക്വൽ ടു അതിന്റെ റെസിപ്രോക്കൽ 5/3. ഇനി ഇതിനകത്തോട്ട് നോക്കിയിട്ട് എല്ലാം എഴുതിയാൽ മതി. എന്താ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? 4 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് ഈസ് 5. അപ്പൊ നമ്മൾ 4/5 എന്ന് എഴുതി വെക്കും. പക്ഷേ കോസ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? മൈനസ് 4/5 ആണ്. റീസൺ എന്താണ്? എക്സ് ലൈസ് ഇൻ ദി സെക്കൻഡ് ക്വാഡ്രന്റ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് മറന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പോയി. കണ്ടോ, നമ്മൾ ഈ ഗ്രാഫ് ട്രയാങ്കിൾ നോക്കിയിട്ടൊക്കെ ചെയ്തു, പക്ഷെ മൈനസ് ഇട്ടിട്ടില്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോയില്ലേ. അപ്പൊ അത് പ്രത്യേകം ഓർത്തിരിക്കണം. ഇവിടെ ഏറ്റവും ഓർത്തിരിക്കേണ്ട കാര്യം അത് മാത്രമാണ്. ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യും. സൈൻ ഇട്ട് കൊടുക്കാന് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ കോസ് എക്സ് മൈനസ് 4/5 ആയതുകൊണ്ട് അടുത്തതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 5/4 എന്ന് വരും. അഗൈൻ അടുത്ത എന്താണ്? ടാൻ എക്സ്. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു, ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് വെച്ച് ചെയ്താലും മതി, നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഇങ്ങനെ സൈൻ എക്സ് കോസ് എക്സ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ബൈ ഇട്ടിട്ട് ചെയ്താലും മതി. ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ. പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് 3 ആണ്, അഡ്ജസന്റ് സൈഡ് 4 ആണ്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ടാൻ എക്സ് ഇസ് ഈക്വൽ ടു എന്താന്ന് എഴുതണം? മൈനസ് 3/4 ആണ്. ബിക്കോസ് ഇറ്റ് ലൈസ് ഇൻ ദി എക്സ് ലൈസ് ഇൻ ദി സെക്കൻഡ് ക്വാഡ്രന്റ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ഇനി എന്ത് എഴുതിയാൽ മതി? ടാൻ എക്സിന്റെ റെസിപ്രോക്കൽ കോട്ട് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 4/. ക്ലിയർ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? കാര്യം മനസ്സിലായോ?
രണ്ട് മെത്തേഡ് ഉണ്ട്. മിസ് സെക്കൻഡ് മെത്തേഡ് ആണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഫസ്റ്റ് മെത്തേഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏത് ക്വാഡ്രന്റ് ആണ് തന്നിരിക്കുന്നത്, അവിടെ എന്തൊക്കെയാണ് പോസിറ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, cos x is equal to -3/5. x lies in the third quadrant. ആദ്യം തന്നെ നമ്മൾ വരയ്ക്കേണ്ടത് ഇതാ, ASTC. മിസ് ബൈ കുറെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. തേർഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് ടാൻ ആൻഡ് കോട്ട് ആർ പോസിറ്റീവ്. അതങ്ങ് എഴുതി വെച്ചോണം. ടാനും കോട്ടും ആണ് പോസിറ്റീവ്. ഇനി നമുക്ക് വരയ്ക്കാം. മിസ് സെക്കൻഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റേത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോ മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല. ABC എക്സ് കൊടുത്തു. സോണാൽ സോനു എന്തു പറ്റി? നെറ്റ് പോയോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലെഫ്റ്റ് ആയി പോകുന്നുണ്ടല്ലോ. എക്സ് ആരൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കട്ടെ മിസ്. 23 ഉള്ളോ? എല്ലാവരും ഇവിടെ പോയി. കഴിഞ്ഞ ദിവസം കുറെ ഉണ്ടായിരുന്നല്ലോ. 40 അടുത്ത കുട്ടികളുണ്ടായിരുന്നല്ലോ. ഓക്കെ, എന്താണ്? കോസ് എക്സ് ആണ്. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർത്തോണം. കോസ് എക്സ് ഇസ് ഈക്വൽ ടു, കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ, അതറിയണം ഇവിടെ കേട്ടോ. ഹൈപ്പോട്ടന്യൂസ് അത് പഠിച്ചോണം മക്കള്. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 3 ആണ്. മൈനസ് ഒന്നും ഇട്ട് കൊടുത്തേക്കില്ല കേട്ടോ. നമ്മൾ സൈഡ് വരുന്നുണ്ട്, ലെങ്ത് ആണ്, പോസിറ്റീവ് ആണ്. 3/5. 5 എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അപ്പൊ ബി സി കണ്ടുപിടിക്കണം. ബി സി is equal to റൂട്ട് ഓഫ്, ഒറ്റയടിക്ക് ചെയ്യാം, 5² - 3². ഓക്കെ, that is equal to root of 5 5s are 25 minus 3 3s are 9. ആണോ? that is equal to root of 16. അവിടെ എന്ത് തന്നെയാണ് കിട്ടുന്നത്? 4 തന്നെയാണ്. ആണോ? അതോ മിസ്സിന് വല്ലതും തെറ്റിയിട്ടുണ്ടോ? നോക്കണേ. യെസ്, 4 തന്നെയാണ്. അപ്പോ ബി സിയുടെ വാല്യൂ നമുക്ക് 4 കിട്ടി. ഇനി എന്ത് ചെയ്യാം? കോസ് എക്സ്, അപ്പൊ നമുക്ക് ടാനും കോട്ടും ആണ് പോസിറ്റീവ് ആയിട്ടുള്ളത്. കോസ് എക്സ് തന്നിട്ടുള്ളത് കൊണ്ട് അല്ലെ, കോസ് എക്സ് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം? കോസ് എക്സിന്റെ റെസിപ്രോക്കൽ സീക്ക് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? അതിനെ തിരിച്ചെഴുതുക, -5/3. ആദ്യം നിങ്ങൾ അതായിരിക്കണം എഴുതേണ്ടത് കേട്ടോ. കോസ് എക്സ് തന്നിട്ടുണ്ട്, അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എന്താണോ തന്നിരിക്കുന്നത് അതിന്റെ റെസിപ്രോക്കൽ എഴുതുക. ദെൻ അടുത്തത് നമുക്ക് എഴുതാമല്ലോ, സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ്. -4/3. ആൻസർ കിട്ടിയോ? Yes, miss. എത്ര? മൈനസ് -4/3. പറഞ്ഞേ. -4/3. ആണോ? ഒന്നുകൂടെ നോക്കിക്കേ. ഏതിന്റെ ടീച്ചർ? സൈൻ എക്സിന്റെ. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? -4/5. ആ, -4/5 ആ വരുന്നത്. 4/3 എന്നല്ലേ മോൻ പറഞ്ഞേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് വരുന്ന 4 ആണ്. 4/ ഹൈപ്പോട്ടന്യൂസ് 5 ആണ്. പക്ഷെ എന്താണ്? മൈനസ് കൊടുക്കണം. അവിടെ തന്നെ ഡയറക്റ്റ് കൊടുത്താൽ മതി നിങ്ങൾക്ക്, ബിക്കോസ് ഇറ്റ് ലൈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. അപ്പൊ ഇവിടെ തേർഡ് ക്വാഡ്രന്റിൽ എന്തൊക്കെയാണ് പോസിറ്റീവ് എന്ന് അവിടെ എഴുതി വെച്ചിട്ട് അതിന് പോസിറ്റീവ് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയെല്ലാം നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ മക്കളെ? സൗണ്ട് വല്ലാതെ വരുന്നത്. ആ, സൈന് കൊസീക് എക്സ് ഇസ് ഈക്വൽ ടു -5/4 ആണല്ലോ. സൈൻ എഴുതി കഴിയുന്നോണ്ട് കൊസീക്ക് എഴുതിക്കോണം. ഇനി ടാൻ എക്സ് ഇസ് ഈക്വൽ ടു എന്താ? സൈൻ ബൈ കോസ് ഞാൻ എഴുതാൻ പോവാ ഇവിടെ, അല്ലെങ്കിൽ മറ്റേത് കൊടുത്താലും മതി. അപ്പൊ -4/5 ഡിവൈഡഡ് ബൈ -3/5.
അപ്പൊ എന്ത് വരും? 5 5 ക്യാൻസൽ ആയി പോയിട്ട് മൈനസും മൈനസും കൂടെ പോയി, പ്ലസ് ആയി 4/3. കണ്ടോ, അവിടെ ഓൾറെഡി നമുക്ക് പോസിറ്റീവ് തന്നെയാണ് കിട്ടിയത്. Then x is equal to 3/4. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞ ആൻസർ എക്സ് ലൈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് വന്നിരിക്കുന്നതുകൊണ്ട് സൈൻ ആണ് പോസിറ്റീവ്, സൈനും കൊസീക്കും ബാക്കി എല്ലാം നെഗറ്റീവ് ആണ്. പെട്ടെന്ന് വേണേ. tan x is equal to -5/2 ആണ്. അതുകൊണ്ട് കോട്ട് എഴുതാമല്ലോ നമുക്ക്. കോട്ട് x is equal to അതിന്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി, -12/5. ഞാൻ ഓൾറെഡി ഉണ്ടല്ലോ. കിട്ടിയില്ലേ? tan x എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? എ സി കണ്ടുപിടിക്കാൻ പ്ലസ് ചെയ്യുകയാണ് കേട്ടോ. √12² + 5² ആണ്. ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ് ഈസ് 12² + 5². is equal to √169 is equal to 13. കിട്ടിയോ? ഇവിടെ 13 അല്ല എഴുതിയോ? ഓക്കെ, അപ്പൊ സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 5/13. 5/13. ഓക്കെ, അപ്പോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. കൊസീക്ക് എക്സ് is equal to -5/12. കൊസീക്കോ? 13/5. കൊസീക്ക് ഓക്കെ, 13/5. സൈനിന്റെ റെസിപ്രോക്കൽ അല്ലേ കൊസീക്ക്? ഓക്കെ, കോസ് എക്സോ? -12/13. -12/13 ആണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. നമുക്ക് 12/13 ആണ് നമ്മൾ എഴുതുന്നത്, പക്ഷേ ഇറ്റ് ഈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. സോ കോസ് എക്സ് is equal to -12/13. ആൻഡ് സീക്ക് എക്സോ? -13/12. -13/12. ഓക്കെ, വെരി ഗുഡ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഫസ്റ്റ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത് വെച്ചിട്ട്
ഉള്ള ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ASTC വെച്ചിട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഏതൊക്കെ ക്വാഡ്രന്റിലാണ് പോസിറ്റീവ് ആകുന്നത് എന്ന് വെച്ചിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പൊ പിന്നെ ഇത്രയും ചെയ്താൽ മതിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് അതർ 5 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. sec x is equal to 13/5 എന്ന് പറഞ്ഞിട്ടുണ്ട്. x lies in the 4th quadrant ആണ്. Also find the value of sin x plus cos x divided by sin x minus cos x. അതും കൂടി കണ്ടുപിടിക്കണം. കണ്ടോ? അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? മുമ്പത്തെ പോലെ തന്നെ ഇത് ചെയ്തു. ASTC ആണ്. ഇപ്പൊ ഇവിടെ എന്താണ്? നമുക്ക് 4th ക്വാഡ്രന്റ് ആണ്. 4th ക്വാഡ്രന്റ് വന്നിരിക്കുന്നതുകൊണ്ട് മനസ്സിലാകാൻ വേണ്ടി മിസ് വീണ്ടും ASTC പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സി വരുന്നുണ്ട്, കോസും സീക്കും ആണ് ഇവിടെ വരുന്നത്. ആണല്ലോ? കോസും സീക്കും പോസിറ്റീവ് ആണ്. 4th ക്വാഡ്രന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്ക് 1/cos. 1/cos എന്ന് വെച്ചാൽ നമുക്ക് എന്താ? കോസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ സീക്ക് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ്. അത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് സീക്ക് എക്സ്. ഇപ്പൊ ABC കൊടുത്തു. ഇതിപ്പം മിസ് എക്സ്ട്രാ ഒരു ഇതുകൂടെ ചേർത്താണ്. ഇതിനകത്ത് ഈ ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin x plus cos x by sin x minus cos x മാത്രമേ ചോദിക്കത്തുള്ളൂ. ഏതായാലും ചെയ്യുന്നതല്ലേ നിങ്ങളുടെ മിസ് 5 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും കൂടെ അങ്ങ് കൊടുത്തേ ഉള്ളൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ sin x ഉം cos x ഉം മാത്രം കണ്ടുപിടിച്ചിട്ട് അതങ്ങ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി കേട്ടോ. ഈ മേളത്തെ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് അതർ 5 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഒന്നും ഇല്ലാന്ന് വിചാരിച്ചോ. എന്നിട്ട് sec x തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin x plus cos x by sin x minus cos x എന്ന് പറഞ്ഞാൽ sin x ഉം cos x ഉം വാല്യൂ മാത്രം കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പൊ എല്ലാം കണ്ടുപിടിക്കണോ എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ. എക്സ് ഹൈപ്പോട്ടന്യൂസ് ആണ് 3. ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അത് ഓർമ്മയിരിക്കണം. ഇത് തെറ്റിപ്പോകരുതേ. സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos ആണ്. അപ്പോ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസിന്റെ റെസിപ്രോക്കൽ വരും. ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് 5 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? 13 square plus minus 5 square. root of 13 square minus 5 square കിട്ടും. ഇല്ലേ? എത്ര വരും? 169 minus 25. 144 വരും. That is equal to 12. ഇത് 12 വന്നിട്ടുണ്ട്. ഇനി സീക്ക് എക്സ് തന്നിട്ടുണ്ട്. സീക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം? കോസ് എഴുതാം അല്ലേ? കോസ് എക്സ് എന്ന് പറയുന്നത് 5/13 ആണ്. അത് രണ്ടും പോസിറ്റീവ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ സൈൻ എക്സ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ദാറ്റ് ഈസ് 12/13. അങ്ങനെ എഴുതിയാൽ മതിയോ? -12/13. -12/13 is very important. Okay, very good. Then sin x തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? cosec x. cosec x is equal to -13/12. Okay, very good. sin x cosec x. പിന്നെ ഇനി നമ്മൾ tan x എഴുതണം. tan x is equal to അത് -12/5. tan x is equal to -12/5. 12/5 ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് വരുന്നത്. ഗേൾസ് ആരും ഇല്ലേ ഇവിടെ? അനക്കൊന്നും ഇല്ലല്ലോ. cot x is equal to -5/12. -12 ആണല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? sin x plus cos x divided by sin x minus cos x ചെയ്യണം. Okay, sin x plus cos x minus sin x divided by sin x minus cos x. sin x plus cos x എന്താ വരുന്നത്? sin x എന്ന് പറയുന്നത് ഏതാ വാല്യൂ? -12/13.
പ്ലസ് കോസ് എക്സോ 5/13. ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആയതുകൊണ്ട് ഒന്നുമില്ല ഇവിടെ ചെയ്യാൻ. ഡിവൈഡഡ് ബൈ സൈൻ എക്സ് എന്ന് പറയുന്നത് -12/13 മൈനസ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് എന്താണ് 5/13. മിസ് എഴുതിയിരിക്കുന്നത് ശരിയാണോ നോക്കണേ. കണ്ണിന് ഇച്ചിരി ഒരു പ്രശ്നമാണ്. അപ്പൊ സൈൻ എക്സ് എന്ന് പറയുന്നത് -12/13 cos x 5/13 -12/13 and -5/13. ഓക്കെ, സൈൻ മാറി പോകരുത്, ഇവിടെ മൈനസ് ആണ് താഴെ. എന്ത് ചെയ്ത് വെച്ചാൽ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ പ്ലസ് ചെയ്യുക. -12 + 5 ഡിവൈഡഡ് ബൈ 13 ഹോൾ ഡിവൈഡഡ് ബൈ -12 - 5 ഡിവൈഡഡ് ബൈ 13 ആണല്ലോ. എന്ത് വരും? 13 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. -12 + 5 എന്ന് പറഞ്ഞാൽ -7 വരും. -7 ഡിവൈഡഡ് ബൈ -17. രണ്ട് മൈനസ് വന്നു കഴിഞ്ഞാൽ എന്താവും? ദാറ്റ് ഈസ് 7 ഡിവൈഡഡ് ബൈ 17. ക്ലിയർ ആയോ? ക്ലിയർ ആയോ മക്കളെ? Yes, teacher. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും, ഇനി നമ്മൾ അടുത്ത കൺസെപ്റ്റ് വെച്ചിട്ടുള്ള അടുത്ത ചെറിയൊരു ഇതും കൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച അത് തന്നെ വെച്ചിട്ടാണ് 2n π+ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 360 + x വരുന്ന അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ചെറിയൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട് അതിനകത്ത്. അപ്പൊ അത് നമുക്ക് അടുത്ത ദിവസം പറയാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ടൈം ഇതാകത്തില്ല. അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത് ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഗ്രാഫ് പഠിച്ചു അല്ലേ? ഗ്രാഫ് ഓർത്തോണം. ഗ്രാഫ് പീരിയോഡിക് ആയിട്ടാണ് വരുന്നത്. സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും ഗ്രാഫ് പീരിയോഡിക്. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല മിസ്. ഓക്കെ, എനിക്ക് മിസ്സിന് എന്തൊരു ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? മിസ്സിന് കേൾക്കാൻ പറ്റുന്നില്ല. മെസ്സേജ് അയക്കണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോ ഗ്രാഫ് വരുന്നുണ്ട്. സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും ഗ്രാഫ് വരുന്നുണ്ട്. പീരിയോഡിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് സൈൻ എക്സും കോസ് എക്സും അല്ലേ? അപ്പോ അതിന്റെ റേഞ്ച്, റിയൽ നമ്പേഴ്സ് ആണ് ഡൊമൈൻ വരുന്നത്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് ആണ്. എക്സ് ആക്സിസിലെ നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. വൈ ആക്സിസിലെ -1 മുതൽ +1 വരെ ഉള്ളൂ റേഞ്ച് വരുന്നത്. -1 to +1, -1 to +1, -1 ഉം +1 മാത്രമാണ് y കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് -1 + 1 ആണ്. ഓക്കെ, അപ്പോ കോസ് എക്സിന്റെ സൈൻ എക്സിന്റെ അങ്ങനെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ 0 വരുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. 2π, 3π, 4π 0 ആണ്. സൈൻ എക്സ് വരുന്നുണ്ട്, അതായത് സൈൻ nπ എന്ന് പറയുന്നത് 0 ആണ്. അത് ഓർമ്മയിരിക്കണം. കോസിന്റെ വരുന്നുണ്ട് π/2 0 ആണ്, 3π/2 0 ആണ്, 5π/2 0 ആണ്. ദാറ്റ് ഈസ് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2. π/2ന്റെ ഓഡ് മൾട്ടിപ്പിൾസ് 1, 3/2 കണ്ടോ? 1, 3, 5 അങ്ങനെയാ വരുന്നത്. 1π/2, 3π/2, 5π/2 അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ 1, 3, 5 എന്ന് പറയുന്ന ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 ആണ്. അത് 0 ആണ് വരുന്നത്. അതിനെ ജനറലൈസ് ചെയ്തിട്ട് 2n + 1 π/2 എന്ന് പറഞ്ഞാൽ 0 ആണ് കിട്ടുന്നതെന്ന് പറയാം. അതുപോലെ തന്നെ ടാനിന്റെ വരുന്നുണ്ട്. ടാൻ π, 2π, 3π അതൊക്കെ 0 ആണ് വരുന്നത്. അപ്പൊ ടാൻ nπ = 0 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ ടാനിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, റേഞ്ചും ഡൊമൈനും എങ്ങനെയാ പറഞ്ഞിരുന്നത്? ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് π/2, 3π/2 ഒക്കെ ഇൻഫിനിറ്റി ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് നോട്ട് ഡിഫൈൻഡ് ആണ്. π/2നും 3π/2നും ഒക്കെ ഇമേജ് ഇല്ല. അതുകൊണ്ട് നമ്മൾ നോട്ട് ഡിഫൈൻഡ് ആണ്. റിയൽ നമ്പേഴ്സിൽ നിന്നും ആ π/2ഉം 3π/2 ഒക്കെ നമ്മൾ മൈനസ് ചെയ്യണം. അതായത് ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സിൽ നിന്നും 2n + 1 π/2 മൈനസ് ചെയ്യുന്നതാണ് ഡൊമൈൻ വരുന്നത്. റേഞ്ച് വരുന്നുണ്ട്. നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും അവിടെ കൊടുക്കാം. റിയൽ നമ്പേഴ്സ് ആണ് റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. അത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും. പിന്നെ കൊസീക്ക് വരുന്നുണ്ട്. -1നും +1നും ഇടയ്ക്ക് ഇമേജസ് ഒന്നുമില്ല എന്ന് ഓർമ്മയിരിക്കണം. കണ്ടോ? കൊസീക്കിനും സീക്കിനും -1നും +1നും ഇടയ്ക്ക് ഇമേജസ് ഒന്നും ഇല്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം.
പിന്നെ അതിന്റെ ഇൻഫിനിറ്റി വരുന്നതാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. അപ്പൊ ഇൻഫിനിറ്റി വരിക എന്ന് പറഞ്ഞാൽ പൈക്ക് 2π, ഇപ്പൊ കൊസീക്കിന്റെ വരും പൈ 2π, അപ്പൊ എൻ പൈക്ക് അവിടെ എന്താണ് നോട്ട് ഡിഫൈൻഡ് ആണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ഇമേജ് ഇല്ല അവിടെ, അല്ലെ, ഇമേജ് കിട്ടത്തില്ല. അപ്പൊ റിയൽ നമ്പേഴ്സിൽ നിന്നും അത് മൈനസ് ചെയ്യുക, അതാണ് നമ്മൾ റേഞ്ച് എന്നും ഡൊമൈൻ എന്നും ഒക്കെ പറയുന്നത്. അപ്പൊ ഈ റേഞ്ചും ഡൊമൈനും ഒക്കെ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. അവിടെ എല്ലാം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് പോസിറ്റീവ് ആയിട്ട് വരുന്നതെന്ന് പഠിച്ചിരിക്കുക. ASTC ഓർത്തിരിക്കണം. All are positive in the first quadrant. Second quadrant, sin x and cosec x are positive. In the third quadrant, tan x and cot x are positive. Fourth quadrant, cos x and sec x are പോസിറ്റീവ്. ASTC എന്നുള്ളത് എസ് സൈൻ ആണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ റെസിപ്രോക്കലും വരും. ടി വരുന്നതാണ് ടാൻ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ. അടുത്ത സി വരുമ്പോൾ കോസ് ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ. ഏതൊക്കെ വാല്യൂസിലാണ് 0 വരുന്നത്? പിന്നെ 360 പ്ലസ് എക്സ് വരുന്നുണ്ട്, നമുക്ക് സെയിം ഫംഗ്ഷൻ ആയിരിക്കും വരുന്നത് സൈനിനും കോസിനും. 360യുടെ മൾട്ടിപ്പിൾസും പ്ലസ് എക്സ് വന്നാലും എന്താണ് നമുക്ക് സെയിം ഫംഗ്ഷൻ ആണ് വരുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇത് ഇപ്പൊ ചെയ്തതിന്റെ ഒക്കെ ഒബ്ജക്റ്റീവും കൂടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന്റെ മൾട്ടിപ്പിൾ വാല്യൂസ്, മൾട്ടിപ്പിൾ ആംഗിൾസ് ഉണ്ട്, അതിന്റെ ഇക്വേഷൻസ് ഉണ്ട്, കുറെ കാര്യങ്ങളൊക്കെ കാണാതെ പഠിക്കേണ്ടതും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Okay, children. Good night. Thank you. Good night. Thank you, teacher. Great, sir. Thank you. Thank you, teacher. Thank you.